أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. Thank you. Amin Kothar, Rewind Star. Pura 26 ലിറ്ററേച്ചർ ഫെസ്റ്റ് MES കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിലാണ് നമ്മൾ സംഘടിച്ചിരിക്കുന്നത്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. സലേമിലെ രാജാവ് സാന്റിയാഗോനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. ഒരു വ്യാപാരി തൻ്റെ മകനെ ഹാപ്പിനെസ്സും ഫ്രീഡവും പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും വിവേകിയായ ഒരാളുടെ അടുത്തേക്ക് വിട്ടാക്കുകയാണ്. 40 ദിവസം യാത്ര ചെയ്ത് മരുഭൂമികളെല്ലാം താണ്ടി അയാൾ വിവേകിയായ ആളുടെ അടുത്തെത്തുന്നു. വിവേകി മുനിയോ പണ്ഡിതനോ ഒന്നുമല്ല. വിവേകിയുടെ വീടുകൾ വർണ്ണാഭ ശബളമായിരുന്നു, കൊട്ടാര സമുച്ചയമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത ചെറിയ ക്ലാസ് തൊട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കഥയാണ്. ഒരു ചെറിയ സ്പൂണിൽ എണ്ണ കൊടുത്തിട്ട് നിങ്ങൾ കൊട്ടാരം ഫുള്ള് കണ്ടുവരാൻ വേണ്ടിയിട്ട് വിവേകശാലി ഈ വന്ന വ്യാപാരിയുടെ മോൻ്റെ കൊടുക്കുകയാണ്. വ്യാപാരിയുടെ മോൻ്റെ കൊടുക്കുന്ന സമയത്ത് കൊട്ടാരം ഫുള്ള് നടന്ന് കാണുന്നു. കൊട്ടാരം നടന്ന് കാണുന്നു എന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് വരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ എന്തില്ല, എണ്ണ അതേപോലെ ഉണ്ട്. എണ്ണ അതേപോലെ ഉണ്ട്. അപ്പോൾ വിവേകശാലി പറയുന്നു, നിങ്ങൾ കൊട്ടാരം കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഫുൾ കോൺസെൻട്രേഷൻ എന്തിലായിരുന്നു? ആ സ്പൂണിലുള്ള എണ്ണയുടെ കയ്യിലായിരുന്നു. രണ്ടാമത് ഒന്നുകൂടെ കറങ്ങി വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ കൊട്ടാരം ഫുള്ളായി കണ്ടു, പക്ഷെ അയാളുടെ കയ്യിലുള്ള എണ്ണ ഉണ്ടായിരുന്നില്ല. ഇത് 2 കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്നു. 2 കാര്യങ്ങളിൽ ഒന്ന് ഫ്രീഡവും 2 ഹാപ്പിനെസ്സും ഉണ്ട്. ഫ്രീഡവും ഹാപ്പിനെസ്സും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല എന്ന് മനസ്സിലാക്കലാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ഹാപ്പിനെസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് കൊട്ടാരം ഫുള്ളായി കാണുകയും കയ്യിലുള്ള എണ്ണ പോവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ഫ്രീഡത്തിൽ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത്, എണ്ണ നോക്കുന്ന സമയത്ത് നമ്മൾ കൊട്ടാരം കാണില്ല എന്നുള്ളത്. വിദ്യാർത്ഥി ജീവിതത്തിലും നമ്മുടെ സ്വയം ജീവിതത്തിലും ഈ കഥ വളരെ ആൽക്കെമിസ്റ്റിലെ ഈ കഥ വളരെ ഉപകാരപ്രദമാവുന്ന ഒന്നാണ്. അത് ഇത് രണ്ടിൻ്റെയും ഒരു ഹാർമണി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇക്വിലിബ്രിയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. അത് കോളേജിൽ നടക്കുന്ന പ്രോഗ്രാമിൽ നടക്കുന്ന ഫ്രീഡത്തിൻ്റെ ആണെങ്കിലും അതിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷ വഹിക്കുന്നത്, ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ റിക്വസ്റ്റുമായി പോകുന്ന സമയത്ത്, ലിറ്റോറ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് വന്ന റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ്. പക്ഷേ അത് ഒരു കോളേജ് പ്രോഗ്രാമായി വളർന്നത് 100ഓളം മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടാണ്. ഏകദേശം 2.5 മാസം 100ഓളം മീറ്റിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വലിയൊരു ഫെസ്റ്റായി മാറുന്നത്. അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ പങ്കുകളുണ്ട്. അത് CNFD ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഫിനാൻസുമായി ബന്ധപ്പെട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ഫെസ്റ്റായി, ഇതൊരു കോളേജ് ഫെസ്റ്റായി മാറുകയാണ് ഉണ്ടായത്. നമ്മൾ റിക്വസ്റ്റുമായി പോകുന്ന സമയത്ത് തന്നെ പൂർണ്ണ പിന്തുണ തന്ന നമ്മുടെ കോളേജിന്റെ മാനേജ്മെന്റ് സെക്രട്ടറി പ്രൊഫസർ വി കുട്ടൂസ് സാറെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷ വഹിക്കുന്ന പ്രൊഫസർ വി കുട്ടൂസ് സാറെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഔദ്യോഗികമായ ഇനാഗ്രേഷൻ നിർവഹിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MES സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് ഡോക്ടർ റഹീം ഫസലാണ്. ഏത് കാര്യങ്ങൾക്കും അദ്ദേഹത്തിനായ കാഴ്ചപ്പാടുണ്ട്. നമ്മൾ സരസമായി സംസാരിക്കുകയാണെങ്കിലും കാര്യങ്ങൾ പറയുന്നതിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവില്ല. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുക. എന്ത് കാര്യങ്ങൾക്ക് നമുക്ക് എന്തൊരു പ്രശ്നം വരുന്ന സമയത്തും ലാസ്റ്റ് കോർണർ ആയിട്ട്, ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന
കോളേജിന് ഏത് കാര്യങ്ങൾക്കാണെങ്കിലും, അസസ്മെന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടുകളുടെ കാര്യങ്ങളിലാണെങ്കിലും എന്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ സാറേയും ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ കൽപ്പറ്റ നാരായണൻ സാർ, സമയം എന്നുള്ളത് 9:45 നമുക്കിവിടെ എത്തി. കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ നിന്ന് ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യൻ. നമ്മൾ അവിടെ താഴെ പോകാൻ ഏകദേശം 10 മണിക്ക് വരുന്ന വിചാരിച്ച് താഴെ പോകാൻ പറ്റിയില്ല. സാർ അങ്ങനെ ഡോർ തുറന്ന് വന്ന് അത്രത്തോളം ഡൗൺ ടു എർത്ത് ആയ ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ പരിപാടികൾക്ക്, ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും കോളേജിൽ നടക്കുന്ന എന്ത് പരിപാടിക്കാണെങ്കിലും, ഞാൻ ഇപ്പോൾ അടുത്തൊരു പരിപാടി പറഞ്ഞു, നമ്മൾ വുമൻസ് സെല്ലിന്റെ കീഴിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ സമുന്നതരായ എല്ലാ വനിതാ രത്നങ്ങളെയും വിളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ കാര്യം നമ്മൾ പെർമിഷൻ ചോദിച്ചപ്പോൾ അബ്ദുള്ള സാർ അത് ചെയ്യണം എന്നുള്ള ഇതിലാണ്. ഏത് പ്രോഗ്രാമിന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ചെയർമാൻ, കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള കുട്ടി സാറേയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് MES കോഴിക്കോട് KV സലീം സാർ, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MES CT സക്കീർ ഹുസൈൻ സാർ, കാലങ്ങളായി കോളേജിന്റെ സെക്രട്ടറി ആയും മറ്റുള്ള പദവികൾ അലങ്കരിച്ച അദ്ദേഹം, എല്ലാ ടീച്ചേഴ്സും സുപരിചിതനായ അദ്ദേഹത്തെയും ഈ കോളേജിന്റെ ലിറ്റോറ 26ലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറി OK അഷ്റഫ് സാർ, അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ ട്രഷറർ ATM അഷ്റഫ് സാർ, ഇന്നലെയും വൈകുന്നേരവും ചോദിക്കുന്നുണ്ട് എന്തായി, കാര്യങ്ങളായി, എവിടെ എത്രയായി എന്നുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ സ്വന്തം ജ്യേഷ്ഠൻ എന്ന നിലയിൽ, ജ്യേഷ്ഠനെ പോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് അന്വേഷിച്ചറിയുന്ന ആളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പരിപാടിയുടെ നട്ടലായ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സായ ഹുസ്ന മിസ്, ദേവ്താര മിസ്, അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ മുസ്തഫ ഷമീം സാറേയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി, മറ്റ് അധ്യാപകർ, പ്രസ്, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്ത് ഈ പരിപാടിയുടെ അധ്യക്ഷ പദത്തിലേക്ക് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ വി കുട്ടു സാർ ക്ഷണിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. താങ്ക് യു sir, for the inspiring words. അടുത്തതായി കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ വി കുട്ടു സാറിനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ സെൽഫ് ഫിനാൻസ് കോളേജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ, നമ്മുടെ മുഖ്യ അതിഥിയായിരിക്കുന്ന പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ സർ, കോളേജ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കുട്ടി സാഹിബ്, ട്രഷറർ ATM അഷ്റഫ്, പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാധ്യമ പ്രവർത്തകരെ, ഒരു പുതുവർഷത്തിൽ നമ്മൾ ഒരു പുതിയ പരിപാടിക്ക് കൂടി തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇത്തരം സാഹിത്യോത്സവങ്ങൾ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ ഒരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം നടക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് വലിയ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ്. മാതൃഭൂമിയുടെ ഫെസ്റ്റ് വേറെ നടക്കാൻ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഒരു പുത്തൻ ആശയം തോന്നിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെ ധാരാളം പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടാറുണ്ടായിരുന്നപ്പോൾ പ്രൊഫസർ നാരായണൻ സാർ പറഞ്ഞു. അത് നല്ലൊരു മാറ്റമാണ് കാണുന്നത്. വായനാശീലം വിദ്യാർത്ഥികളുടെ വളർന്നു വരുന്നു. പുസ്തകങ്ങൾ കൂടുതൽ വാങ്ങിക്കാനുള്ളൊരു ആഗ്രഹം വരുന്നു. ഇതൊക്കെ ഇത്തരം ഫെസ്റ്റുകളുടെ ആവശ്യമാണ്. അപ്പം അതിലേക്കുള്ളൊരു വഴികൂട്ടി ആവട്ടെ. നമ്മുടെ സർവ്വകലാശാലകൾ വളരാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തണം. ഇനിയും ഇതിൽ തുടരണമെന്നാണ് ആഗ്രഹം. എൻ്റെയൊക്കെ പ്രസംഗം നിങ്ങൾ ദിവസം കേൾക്കുന്നുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇന്നും നാളെയും നടക്കുന്ന പരിപാടികൾ വിവിധ വിധത്തിലുള്ള പരിപാടികളുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം. പിന്നെ ഉദ്ഘാടന പ്രസംഗം പ്രൊഫസർ നാരായണൻ സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് മതി എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാനും അധികം നീട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ ചുരുക്കുകയാണ്. തൻ്റെ പ്രസംഗത്തിന് വേണ്ടിക്കൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് കൽപ്പറ്റ നാരായണൻ അവരുടെ ഞാൻ ആർദ്രമായി ക്ഷണിച്ചുകൊള്ളു. എൻ്റെ വാക്കുകൾ അവസാനിക്കും.
ആദരണീയനായ അധ്യക്ഷൻ പ്രൊഫസർ വി കെ ഉദ്ഘാടകൻ ഡോക്ടർ റഹീം ഫസൽ, പ്രിൻസിപ്പൽ ശ്രീ പി അബ്ദുള്ളക്കുട്ടി, കെ വി സലീം, സി ടി ഷക്കീർ, ഒക്കെ സുഹൃത്തുക്കൾ, ഉദ്ഘാടനത്തിന് മുമ്പ് സംസാരിക്കുന്നതിലൊരു അഭംഗിയുണ്ട്. എന്നാലും ഉദ്ഘാടകൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത്. അഭംഗിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ബ്യൂട്ടി എന്ന് പറയുന്ന വാക്കിൻ്റെ റൂട്ട് മീനിങ് ഓർഡർ എന്ന്. എല്ലാം ഓർഡറിലാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയി തീർന്നു. അപ്പോൾ അതിനൊരു ഭംഗം വരുത്തി എന്ന വിഷമമേ ഉള്ളൂ. എന്നാലും നമുക്ക് തുടങ്ങാം. വല്ലാത്തൊരു ഫെസ്റ്റിവൽ മൂഡിലാണ് കേരളം കോവിഡിന് ശേഷം എന്നെനിക്ക് തോന്നി. കോവിഡിന് മുമ്പ്, അല്ലെങ്കിൽ കോവിഡ് നമുക്കൊരു വലിയ ശിക്ഷാകാലമായിരുന്നു. പരസ്പരം സമ്പർക്കം ഉണ്ടാകരുത്, ആരും ആരോടും ബന്ധപ്പെടരുത്, അങ്ങനെയുള്ള എല്ലാവരും വീട്ടുതടങ്കലിൽ കഴിഞ്ഞ ഒരു കാലം. അതുവരെ വീടുകളിലെ സ്ത്രീകൾ മാത്രമായിരുന്നു വീട്ടുതടങ്കലിൽ എന്ന്. അക്കാലം കുട്ടികളും പുരുഷന്മാരും സകലരും വീട്ടുതടങ്കലിലായി. വീട്ടുതടങ്കൽ എന്ന അർത്ഥത്തിൽ കേരളീയർ അല്ലെങ്കിൽ ലോകർ സമത്വം അനുഭവിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അങ്ങനെ സ്ത്രീകൾ പുരുഷന്മാർക്ക്, പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് തുല്യരായി തീർന്ന ഒരു വിചിത്രമായ രോഗകാലം കൂടിയായിരുന്നു ഇത്. പക്ഷേ അതിൻ്റെ വലിയ റിസൾട്ട് ഉണ്ടായി. കോവിഡ് നമ്മുടെ ചരിത്രത്തിലെ ഒരു വലിയ മാറ്റം കുറിച്ചു. അതുവരെ നമുക്ക് റിയൽ വേൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡ് കഴിയുമ്പോഴേക്ക് നമുക്ക് വെർച്വൽ വേൾഡ് കൂടി കരഗതമായി തീർന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലേ, ഈ എല്ലാ വിധത്തിലുള്ള ടെക്നോളജിയും നമ്മൾ ഉപയോഗിക്കുന്നു. റോബോട്ടുകളുടെ ബുദ്ധി വളരെ വളർന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. അങ്ങനെ നമ്മളൊരു വെർച്വൽ വേൾഡിലെ അംഗങ്ങൾ ആയിത്തീർന്നു. പക്ഷേ മാറ്റങ്ങൾ മറ്റൊരു തരത്തിൽ കൂടി സംഭവിച്ചു. ജീവിതം അമൂല്യമാണ് എന്ന ഒരു തോന്നൽ ഇക്കാലം ഉണ്ടായി. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും മരണത്തിൻ്റെ വാതിൽക്കലെത്തിയോ എന്ന് ഭയപ്പെടുന്നു. വാതിലടച്ചിരിക്കുന്നു. അങ്ങനെ സകലരെയും മരണം ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുക്തരായി തീർന്നപ്പോൾ നമുക്ക് തോന്നി ആഘോഷിക്കേണ്ടതാണ് ജീവിതം. അതിനുശേഷം കേരളത്തിൽ നടന്ന എല്ലാ സെലിബ്രേഷനും മുൻപുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ പങ്കാളിത്തം കൊണ്ട് സജീവമായി തീർന്നു. പൂരങ്ങളൊക്കെ നിറയെ ആളുകളുള്ളതായി തീർന്നു. എല്ലാ ഉത്സവങ്ങളും ആയിത്തീർന്നു. വെറുതെ ബീച്ചൊക്കെ ഒരു ഉത്സവ രംഗമായി തീർന്നു. കോഴിക്കോട് ബീച്ചിലൊക്കെ നിങ്ങളൊന്ന് ചെന്നാൽ കഥകൾ അറിയും. ഇങ്ങനെ ഒരു സെലിബ്രിറ്റി മൂഡ്, ഒന്നിച്ചിരിക്കുന്നതിലെ ആനന്ദം ഒരുപക്ഷെ കോവിഡിൻ്റെ ഒരു സംഭാവനയാണ് എന്നെനിക്ക് തോന്നുന്നു. വി ആർ മോർ ദൻ വി വെൻ വി ആർ ടുഗദർ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കാളും വലുതാണ്. ആ ആനന്ദമാണ് ഈ കാണുന്നത്. സാഹിത്യോത്സവം പക്ഷേ വ്യത്യസ്തമല്ലേ എന്ന് തോന്നാം. സാധാരണ ഒരു ഉത്സവം ആൾക്കൂട്ടത്തിൻ്റേതാണ്, അതൊരു മാസ് സെലിബ്രേഷനാണ്. പക്ഷേ പുസ്തക വായന എങ്ങനെയാണ്, എഴുത്തുകാരൻ എങ്ങനെയാണ്, എഴുത്തുകാർ എങ്ങനെയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി തീരുക? അവർ ഏകാകികളല്ലേ? നമ്മൾ ഒറ്റയ്ക്കല്ലേ പുസ്തകം വായിക്കുന്നത്? ഭൂമിയിൽ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായത് പുസ്തകം വായിച്ചിട്ടാണ് നാം പറയണത്. എന്താ കാര്യം? അത് നിങ്ങളെ ഒറ്റയ്ക്ക് ആവശ്യപ്പെടുന്നുമില്ലേ? ഒരു പുസ്തകം 15 ആൾ കൂടി വായിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കേ വായിക്കാനാവൂ. ഒറ്റയ്ക്ക് നിങ്ങളെ പൂർണ്ണമായി ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ മെമ്മറി, പേഴ്സണൽ മെമ്മറി ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ, പേഴ്സണൽ എക്സ്പെക്റ്റേഷൻസ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഭൂമിയിൽ
വ്യക്തിത്വം കൂടുതൽ അഗാധമായിത്തീരുന്നു. അങ്ങനെ പുസ്തകമാണ് ഭൂമിയിൽ ഇൻഡിവിജ്വാലിറ്റിയെ ഉണ്ടാക്കിയത് എന്ന് പറയാം. ഇതെങ്ങനെയാണ് ഉത്സവവുമായിട്ട് ബന്ധപ്പെടുക? ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്ന് മുക്തരായിട്ടുള്ള ആൾക്കൂട്ടമാണ് ഒരു സെലിബ്രേഷനിൽ ഉണ്ടാവുക. ഇവിടെ ആകട്ടെ ഇൻഡിവിജ്വൽസാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർ. എൻ്റെ ഒരു കവിത വായിക്കുകയാണെങ്കിൽ ഓരോരുത്തർ വായിക്കുമ്പോൾ ഓരോ കവിതയായി തീരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ കവിതയ്ക്ക് വാല്യൂ ഉള്ളത്. ആശ്വാസം പോലെ ഒരു കവിത ഞാൻ വായിക്കുമ്പോൾ ഓരോ ആളും ഓർക്കുക അയാളുടെ അമ്മ. എൻ്റെ കഥ, എൻ്റെ കവിത എന്ന് പറയുന്നില്ല. MT വാസുദേവൻ നായർ മിക്കവാറും വ്യക്തിഗതമായ കാര്യങ്ങളാണ് എഴുതിയത്. എന്നാലും ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടു, അത് പറയാതെ ഈ പ്രസംഗം തുടരുന്നത് ഉചിതമല്ല. 2 മഹാവ്യക്തികളുടെ അഭാവം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ. ഒന്ന് ഗാഡ്ഗിലിൻ്റെതാണ്, അത് ഇന്നലെയായി സംഭവിച്ചു. ഒന്ന് ശ്രീനിവാസൻ്റേതാണ്, അതും പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ്. ഒരാൾ മരിച്ചിട്ട് കേരളീയർ ഇങ്ങനെ ചിരിച്ച ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. അങ്ങനെ മരണം കൊണ്ട് പോലും നിങ്ങളെ ചിരിപ്പിച്ച ഒരാളായിരുന്നു ശ്രീനിവാസൻ. അത് വലിയ വ്യത്യാസമാണ്. ശ്രീനിവാസൻ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ എന്താ ചെയ്തത്? കേരളത്തിലോ ഇന്ത്യയിലോ ഡെമോക്രസി ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെയല്ല ശ്രീനിവാസൻ ആക്ഷേപിച്ചതും ഒന്നും. പിന്നെ കേരളത്തിൽ തീർച്ചയായിട്ടും ഹിപ്പോക്രസി വാഴുന്നു. ആ ഹിപ്പോക്രസിയുടെ ഒരു ക്രിറ്റിക് ആയിരുന്നു വാസ്തവത്തിൽ ശ്രീനിവാസൻ. ഗാഡ്ഗിലാകട്ടെ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ലോകം നാൾ തോറും തെറ്റായ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ച ഒരാളാണ്. ഈ പ്രകൃതിയുടെ താളം പിഴയ്ക്കുന്നു, ഭയങ്കരമായി മഴ പെയ്യുന്നു, നമ്മുടെ നിയന്ത്രണത്തിലല്ല. മേഘ വിസ്ഫോടനങ്ങൾ, ഭീകരമായി ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, തണുപ്പ് അങ്ങേ അറ്റത്തെത്തുന്നു, പ്രകൃതിയുടെ താളങ്ങളൊക്കെ പോയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മളോട് ഓർമ്മിപ്പിക്കുകയും നാം ഈ ലോകത്തിൽ സർവജീവ കേന്ദ്രീകൃതമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അന്യജീവജാലങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഏത് തീരുമാനത്തിൻ്റെ കൂടെയും എന്ന ഒരു ധാരണ, വിവേകം മനുഷ്യനിലുണ്ടാക്കിയ ഒരു വലിയ ആൾ കൂടിയാണ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ മരണം. ഇനി നമുക്ക് സാഹിത്യത്തിലേക്ക് വരാം. എന്തിനാണ് സാഹിത്യം? നമ്മൾ ഒരു ലേണിംഗ് ആനിമലാണ്. എന്താ മനുഷ്യൻ? എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? ഇങ്ങനെ ഒരു ദിവസം സാഹിത്യ പരിചയം നേടുമ്പോഴും നിങ്ങൾ പഠിക്കുക തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമേ ഉള്ളൂ. എന്താ ഉത്തരം? നമ്മൾ ലേണിംഗ് ആനിമൽസാണ്. മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും പഠിക്കേണ്ടതില്ല. ഒരു തവളയും പഠിച്ചിട്ടല്ല ചാടുന്നത്, ഒരു പക്ഷിയും പഠിച്ചിട്ടല്ല പറക്കുന്നത്, ഒരു പശുവും പഠിച്ചിട്ടല്ല വലിയ പശുവായി മാറുന്നത്. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അതിജീവിക്കാൻ വേണ്ട ക്ലാസുകൾ പ്രകൃതി നൽകിയിരിക്കുന്നു. മറ്റാരും അറിയാതെ ഭൂമിയിൽ വരുമ്പോഴേക്കും അവർക്കിതൊക്കെ അറിയാം, നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. മനുഷ്യൻ അങ്ങനെ ഒരു ജ്ഞാനം, അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് അവെയർനെസ് ഇല്ലാത്തതിനാൽ നമ്മൾ പഠിക്കണം. എന്തും ഒരു കുഞ്ഞു മുല കുടിക്കാൻ വരെ പഠിക്കണം. പിന്നെ ഓരോ ഘട്ടത്തിലും പഠിക്കണം. അങ്ങനെ ഭാഷ പഠിക്കുന്നു, ഓരോന്നായി പഠിക്കുന്നു. അങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടായിത്തീരുക. ജനിച്ച പാടെ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ഒന്നും അല്ല. ജനിച്ച് പഠിച്ച് മാറി ഈ രൂപാന്തരത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഒരു ഹ്യൂമൻ ബീയിങ് ആയി നാം മാറുന്നത്. അതിൻ്റെ കാരണം ലേണിംഗ് ആണ്. പഠിച്ചതുകൊണ്ടാണ്. ഭാഷ പഠിക്കുന്നു, ശാസ്ത്രം പഠിക്കുന്നു, ചരിത്രം പഠിക്കുന്നു. അങ്ങനെ പഠിച്ച്
പോയ കാലത്തിൻ്റെ പൈതൃകമൊക്കെ നമ്മുടെ ഭാഗമായിത്തീരുന്നു. അങ്ങനെയുള്ള ലേണിംഗ് ആനിമൽ ആയതുകൊണ്ട് നാം മനുഷ്യനാകണമെങ്കിൽ പഠിച്ചേ പറ്റൂ എന്നതുകൊണ്ട് നാം പഠിക്കുന്നു. ആ പഠനത്തിൽ വിജ്ഞാനത്തിനുള്ള വഴി മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെയോ എന്തുകൂടി ഉണ്ടാകണം? ഹൃദയത്തിൻ്റെ വലുപ്പം വർദ്ധിപ്പിക്കാനുള്ള വഴി കൂടി ഉണ്ടാകണം. അങ്ങനെ നമ്മൾ കാലിൽ ഒരാൾ ബസ്സിൽ വെച്ച് ചവിട്ടിയാൽ ചോദിക്കും, നിങ്ങൾക്കൊരു ഹൃദയമില്ലേ? എൻ്റെ കാല് ഇങ്ങനെ മുറിവ് പറ്റിയത് കാണുന്നില്ലേ എന്ന് ചോദിക്കും. അത് കാണണമെങ്കിൽ കണ്ണു പോരാ, അതിന് ഹൃദയം കൂടി വേണം. ഈ ഹൃദയം നമ്മൾ എവിടെ നിന്ന് പഠിച്ചെടുക്കും? ആ ഹൃദയം പഠിച്ചെടുക്കാൻ നമ്മൾ കവിത വായിക്കണം, ആ ഹൃദയം പഠിച്ചെടുക്കാൻ നമ്മൾ നോവൽ വായിക്കണം, ആ ഹൃദയം പഠിച്ചെടുക്കാൻ നല്ല സിനിമകൾ കാണണം. അങ്ങനെ കലകളിലൂടെ മാത്രം അഭ്യസിച്ച് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു ഇടത്തിൻ്റെ പേരാണ് സെൻസിബിലിറ്റി. ഈ സെൻസിബിലിറ്റി ഇല്ലെങ്കിൽ വലിയ നാണക്കേടാണ്. ഞാനൊന്നും വായിക്കുകയില്ല, എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നത് എനിക്ക് കയ്യോ കാലോ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഭീതിതമായ ഒരു കാര്യമാകുന്നു. സെൻസിബിലിറ്റി വേണം. കർണാട്ടിക് മ്യൂസിക് കേൾക്കുന്നു നമ്മൾ, എനിക്ക് ഇതെന്തൊക്കെയാണ് വെറുതെ പാടി ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും. സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ അത്ഭുതകരമായ ഒരു സംഗീതമാണ് അത് എന്ന് തിരിച്ചറിയും. നിങ്ങൾക്ക് ഒരു കഥ എന്തെല്ലാമോ എഴുതി വച്ചിരിക്കുന്നു എന്ന് തോന്നാം. സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് മനോഹരമായ ഒരു കഥയായി രൂപപ്പെടും. നിങ്ങൾക്ക് സെൻസിബിലിറ്റി ഇല്ലെങ്കിൽ വെറും ചായമാണ് ആ ചിത്രത്തിലുള്ളത്. സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ അത്ഭുതകരമായ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതിനെല്ലാം അർത്ഥവത്താക്കി തീർക്കുന്ന ഒരു ശേഷിയുടെ പേരാണ് വാസ്തവത്തിൽ സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ആ സെൻസിബിലിറ്റിയുടെ ഒരു ഫെസ്റ്റിവലിൻ്റെ പേരാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയും. അവിടെ സെലിബ്രിറ്റീസൊക്കെ വരുന്നു. സെലിബ്രിറ്റീസ്, ഈ സാഹിത്യകാരന്മാരെങ്ങനെയാണ് സെലിബ്രിറ്റി ആകുക? വായിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു സെലിബ്രിറ്റിയോ അല്ല അയാൾ. മെസ്സി സെലിബ്രിറ്റിയാണ് നമുക്കറിയാം, റൊണാൾഡോ സെലിബ്രിറ്റിയാണ് നമുക്കറിയാം, വിരാട് കോഹ്ലി സെലിബ്രിറ്റിയാണ് നമുക്കറിയാം, യേശുദാസ് സെലിബ്രിറ്റിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് സെലിബ്രിറ്റി? അത് വായിക്കുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ സെലിബ്രിറ്റിയുടെ വ്യാപ്തി മനസ്സിലാകൂ. അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ അത്തരക്കാരെ കാണുകയും അത്തരം ആളുകളെ കേൾക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വാസ്തവത്തിൽ സാഹിത്യം. ഭാഷ മനോഹരമായി തീരുകയാണ് കഥയിലൂടെ, കവിതയിലൂടെ. ഭാഷയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യൻ ലേണിംഗ് ആനിമലായി തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഭാഷയാകുന്നു. ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഭാഷ കാരണമാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് അല്ലെങ്കിൽ ബോധ്യമാകാതിരിക്കുന്നത്, നിങ്ങൾ പറയുന്നതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കാത്തത് എല്ലാം ഈ ഭാഷയുടെ വ്യാപ്തി കൊണ്ടാണ്. ഈ ഭാഷയാണ് ഈ ലാംഗ്വേജ് ആനിമലിൻ്റെ മീഡിയം എന്ന് പറയും. ആ ഭാഷയെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നവരാണ് എഴുത്തുകാർ. കഥ പറഞ്ഞുകൊണ്ട് അതിനെ ശ്രമിക്കുന്നുല്ലേ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന കഥ. അപ്പോൾ കേശവൻ നായർക്ക് സാറാമ്മയോട് വലിയ സ്നേഹം. അങ്ങനെ കേശവൻ നായർക്ക് സാറാമ്മയോട് സ്നേഹമായാൽ പണ്ട് കാലത്ത് എന്താ ചെയ്യുക? കത്തെഴുതി അറിയിക്കുകയാണ് ചെയ്യുക, പ്രേമലേഖനം എഴുതി അറിയിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വലിയ ഭയത്തോടു കൂടിയാണ്. വാസ്തവത്തിൽ ലോകത്തിൽ സ്ത്രീ പുരുഷ സമത്വം ഒറ്റ സമയത്തേ നടക്കുന്നുള്ളൂ. അത് പ്രണയത്തിൽ മാത്രം. അല്ലാത്ത ഒരു ജീവിതഘട്ടത്തിലും സ്ത്രീ സമത്വം ഉണ്ടാകുന്നില്ല. അപ്പോൾ പുരുഷൻ സ്ത്രീയെ ഭയപ്പെടുന്നു. ഈ കത്ത് സ്വീകരിക്കുമോ? ഇതിനോടുള്ള പ്രതികരണം എന്താണ്? എന്നെ അവഗണിക്കുമോ? ഭയമാണ് ആകെ. ഇങ്ങനെ പരസ്പരം ഭയപ്പെടുകയും പരസ്പരം ആദരിക്കുകയും ചെയ്യുന്ന ജീവിതത്തിലെ ഏക മുഹൂർത്തം എന്ന് പറഞ്ഞാൽ പ്രണയമാണ്. അപ്പോൾ ഈ പ്രണയം
എങ്ങനെ ആവിഷ്കരിക്കും ഈ കത്തിൽ എന്ന് ആലോചിക്കുന്നു കേശവൻ നായർ. അങ്ങനെ കേശവൻ നായർ എഴുതുന്നു. എന്താണ്? പ്രേമലേഖനം എഴുതുന്നു. അയാൾ എഴുതി കഴിഞ്ഞതിന് ശേഷം വായിച്ചു നോക്കുന്നു. വായിച്ചു നോക്കിയിട്ട് മനസ്സ് സമ്മതിച്ചാലേ കൊടുക്കാൻ പറ്റൂ. തന്നെക്കുറിച്ചുള്ള മതിപ്പ് മറുവശത്ത് ഉണ്ടാകേണ്ടതാണ് ഇല്ലേ? അതുകൊണ്ട് എഴുതി, പ്രിയപ്പെട്ട സാറാമ്മയ്ക്ക് ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രണയസുരഭിലുമായ ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ യുവ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ ഭവതിയോടുള്ള സ്നേഹത്തിൽ മുഴുകി ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നു. ഈ കത്ത് വായിച്ച് നിരുപാധികമായി എന്നെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചെറിയ മാറ്റം എന്ന് സാറാമ്മയുടെ കേശവൻ നായർ എന്ന് പറഞ്ഞിട്ട് കത്ത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ കത്ത് വളരെ മനോഹരമായിട്ടാണ് എഴുതിയത്. മലയാളത്തിൽ ഇങ്ങനെ ഈ ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രണയസുരഭിലവുമായ എന്ന് ആരംഭിക്കുന്ന ഈ കത്ത് പോലെ ഒരു പ്രണയലേഖനം ആരും എഴുതിയിട്ടുണ്ടാവില്ല. കേശവൻ നായർ അഭിമാനിച്ചു പോകുന്നുണ്ട് ഇത് വായിച്ചിട്ട്. വളരെ നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നന്നായിരിക്കുന്നു എന്ന് പറയുന്നത്? അയാൾ ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഒരു റൈറ്ററുടെ മാർക്ക്. അയാൾ എന്തിനുദ്ദേശിച്ചിരിക്കുന്നോ ആ ഉദ്ദേശ്യത്തെ അത് അതിലംഘിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അതിനെ കവിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. കവിഞ്ഞതിനെയാണ് കവിത എന്ന് പറയുക. അപ്പോൾ എന്നിട്ട് അയാൾ ആലോചിക്കുന്നുണ്ട് എന്താണ് ഈ കത്തിൻ്റെ സൗന്ദര്യം എന്ന് കേശവൻ നായർ ആലോചിക്കുന്നുണ്ട്. എന്നിട്ടൊരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടിയാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ എന്നതും എന്തുകൊണ്ട് കാലം ചെല്ലും തോറും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലർ പദവിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനും ഉള്ള വലിയ ഒരു ഉത്തരം കേശവൻ നായർ പറയുന്നുണ്ട്. നമ്മുടെ നിരൂപകർക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കേശവൻ നായർ അത് പറയുന്നു. അതെന്താണ്? ഇത് കവിതയാണ്, ഇത് ഫിലോസഫിയാണ്, ഇത് മിസ്റ്റിസിസവും ആണ്. തൻ്റെ കൃതികളിൽ കവിതയിൽ മിസ്റ്റിസിസവും ഫിലോസഫിയും അത്ഭുതകരമായി കലർന്നിരിക്കുന്നത് കൊണ്ടാണ് അതിത്ര മനോഹരം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നോക്കാം. എന്താ കവിത? അതിൽ കുറഞ്ഞ വാക്കുകൊണ്ടോ അതിൽ കൂടിയ വാക്കുകൊണ്ടോ പ്രകാശിപ്പിക്കാനാത്ത ഒരു സൂക്ഷ്മ ഭംഗിയുടെ ആവിഷ്കാരത്തിനാണ് കവിത എന്ന് പറയുന്നത്. അങ്ങനെ സൂക്ഷ്മഭാവത്തോടു കൂടിയാണ് ഈ 4 വരി ഈ പ്രേമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബഷീർ എപ്പോഴും അങ്ങനെയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ നഷ്ടമാണ്, വലിയ വേദനയാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലെ ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ഉണ്ടായത്. ഗാന്ധി പറഞ്ഞത് ഹൂ നീഡ്സ് ഫ്രീഡം എന്നാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട് 2ആയി പിളർന്നു. ഇപ്പോഴും നമ്മുടെ നാട് 2ആയി പിളർന്നതിലുള്ള ക്രൗര്യം തീർന്നിട്ടില്ല. എനിക്ക് തോന്നിയ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം അടുത്ത കാലത്ത് ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്യാപ്റ്റന് കൈ കൊടുത്തില്ല എന്നതാണ്. അങ്ങേയറ്റം തെറ്റായിരുന്നു ഇത്. സ്പോർട്സ് എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അപ്പുറമുള്ള പാരലായിട്ടുള്ള അതിലും വ്യാപ്തിയുള്ള ഒന്നാണ്. അതിപ്പോൾ തുടരുന്നു. സ്ത്രീ കളിക്കാരികളും കൊടുക്കാതിരിക്കുന്നു, ജൂനിയർ കളിക്കാരും കൊടുക്കാതിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഒരുമിച്ചായിരുന്ന ഒരു ജനതയാണ് എന്നോർക്കണം. ഇപ്പോഴും പാകിസ്ഥാനിലെ മനുഷ്യർക്കൊക്കെ ഇഷ്ടം ഇന്ത്യയിലെ സംഗീതവും ചലച്ചിത്രഗാനവും ഒക്കെയാണ്. നമുക്കിഷ്ടം ഗുലാം അലിയെയും അങ്ങനെ ഒരുപാട് സൂഫി ഗായകന്മാരെയും ഒക്കെയാണ്. ഇതിനൊന്നും അതിർത്തിയില്ല. ഒരതിരുമില്ലാത്ത മറ്റൊരു ലോകത്തിൻ്റെ പേരാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്, ഫുട്ബോൾ എന്ന് പറയുന്നത്. എല്ലാ ഗെയിംസിനും അതിർത്തികളില്ല. അതിർത്തികളില്ലാത്ത ഒരു ലോകത്ത് നമ്മൾ വിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്.
എന്തുകൊണ്ടാണ് നമുക്ക് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഇത്ര ഇഷ്ടം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫുട്ബോളും ക്രിക്കറ്റും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതേ കാരണത്താലാണ് സാഹിത്യവും നിങ്ങൾക്ക് ഇഷ്ടാവുക. എന്താ കാരണം? ക്രിക്കറ്റിൻ്റെ കാര്യം എടുക്കുക. ആദ്യമായിട്ടാണ് സ്ത്രീകൾ ഒരു ഗെയിം കൊണ്ട് പുരുഷന്മാരുടെ അത്രയും പ്രാധാന്യം നേടുന്നത് ഈ വർഷമാണ്. സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ലോകകപ്പ് കിട്ടിയിരിക്കുന്നു. പെൺകുട്ടികൾ പലരും ക്രിക്കറ്റ് കളിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതിഭയാണ്, വലിയ പ്രതിഫലമാണ്, വലിയ സ്റ്റാർഡം ആണ്. എന്താണ് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു? നേരത്തെ സ്ത്രീകൾ ക്രിക്കറ്റ് കളിക്കുന്നിടത്തൊന്നും ആരും പോവില്ലായിരുന്നു. പുരുഷന്മാർ കളിക്കുന്നിടത്ത് മാത്രമേ പോകൂ. സച്ചിൻ തെണ്ടുൽക്കർ മാത്രമാണ് വലിയ കളിക്കാരൻ. കഥയൊക്കെ മാറി ഇന്ന് സ്ത്രീകൾക്കും അതേ പ്രാധാന്യം വന്നിരിക്കുന്നു. രോഹിത് ശർമ്മയും മന്ദാനയും ഒരുപോലെ സ്വീകരിച്ചിരിക്കുന്നു. ഈ ബഹുമതികൾ കാലം മാറി. എന്താണ് ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം എന്ന് ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ. അത് കവിതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയും, കഥയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയും. എന്താണത്? നമ്മൾ 4.5 ഇഞ്ച് വീതിയുള്ള ഒരു ബാറ്റ് കൊണ്ടാണ് കളിക്കുക. 4.5 ഇഞ്ച് വീതിയുള്ളതായതുകൊണ്ട് തന്നെ ഈ ബാറ്റ് കൊണ്ട് കളിക്കുക ദുഷ്കരമാണ്. നല്ല ശ്രദ്ധയില്ലെങ്കിൽ ഐ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ അസമയം നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാനാവില്ല. ഒരു വിരാട് കോഹ്ലിക്ക് കോടികൾ കിട്ടുന്നല്ലേ എന്ന് പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. അതിനർഹതയുണ്ട്. ആ വിധത്തിലുള്ള ഒരു ഐ ഹാൻഡ് ബ്രെയിൻ ഹാർട്ട് കോമ്പിനേഷൻ അവിടെയുണ്ട്. ഈ ഹാർട്ടിൻ്റെ അനുപാതം കവിതയിൽ കൂടുതലായിരിക്കും, കഥയിൽ കൂടുതലായിരിക്കും. എങ്കിലും അപ്പോൾ ഈ നിമിഷം കൊണ്ട് ഈ പന്തിനെ അനലൈസ് ചെയ്ത് ഏത് വിധത്തിൽ പ്രതികരിക്കണം, അതിന് സമയമൊന്നും കിട്ടില്ല. അത് സാധിക്കണം. 4.5 ഇഞ്ചാണ്. പക്ഷേ ഈ 4.5 ഇഞ്ചിന് പകരം ഇത് 45 ഇഞ്ചാക്കിയാലോ? എളുപ്പമല്ലേ? ചെയ്യുന്നതെല്ലാം 6 ആവും, എല്ലാം 4 ആവും. എന്തുണ്ടാവില്ല? അതൊരു ഗെയിം ആയിരിക്കുകയില്ല. അതിലൊരു ചാലഞ്ചും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇതേറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴാണ് ഇത് ഒരു ഗെയിമായി തീരുക. പ്രയാസമാണ്, എളുപ്പമല്ല. ആ എളുപ്പമല്ലാത്തത് പ്രയാസകരമായത് എന്താണ്? ജയിച്ച് കാണിക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകുന്നു? നമ്മുടെ ടാലൻറ്റിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. മൗണ്ടനിയറിങ്ങിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക, പർവ്വതാരോഹണത്തെക്കുറിച്ച്. നിങ്ങൾക്കൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്താൽ എവറസ്റ്റ് പോയിട്ട് ഇറങ്ങാം. പക്ഷേ അതിൽ യാതൊരു ത്രില്ലും ഇല്ല. മറിച്ച് കഷ്ടപ്പെട്ട് കയറുപയോഗിച്ചും കൈയുപയോഗിച്ചും കാലുപയോഗിച്ചും നിങ്ങൾ മല കയറുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ചാലഞ്ച്, ആ ചാലഞ്ചിനെ കീഴടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആഹ്ലാദമാണ് വാസ്തവത്തിൽ മൗണ്ടനിയറിങ്ങിനെ മനോഹരമാക്കി തീർക്കുന്നത്. ഓരോ കളിയിലും ഇതാണ് പ്രശ്നം. ബാസ്കറ്റ് ബോൾ ഒരു സ്റ്റൂൾ എടുത്തു വെച്ചിട്ട് ഇടാം, അത് കളിയാവില്ല. അത് ഏറ്റവും പ്രയാസമുള്ള ഒരു അകലത്തിൽ വെച്ച് ഇടുമ്പോഴേ അത് പ്ലേ ആയിത്തീരൂ. ഭാഷയും അങ്ങനെ. അതുകൊണ്ട് നമുക്ക് കളികളെക്കുറിച്ച് ഇതൊരു വക്രോക്തിയാണ് എന്ന് പറയാം. കാവ്യത്തിൻ്റെ വലിയ നിർവചനവും അതാണ്. ഇതൊരു ഭംഗിയുള്ള വളച്ചുകെട്ടി പറയലാണ്. അപ്പോഴിത് കൂടുതൽ ഭംഗിയുള്ളതായിത്തീരുന്നു. അങ്ങനെ കവിത എന്ന് പറയുന്നു ഉണ്ടാകുന്നു, കഥ എന്ന് പറയുന്നത് ഉണ്ടാകും. ഇത് രണ്ടുമാണ് പ്രധാനമായി സാഹിത്യത്തിൽ. ബാക്കിയെല്ലാം അതിൻ്റെ വേരിയേഷൻസ്, അതിൻ്റെ വലിയ പരിവർത്തനങ്ങൾ, രൂപാന്തരങ്ങൾ ആണ്. എന്താണ് കഥ എന്ന് പറഞ്ഞാൽ? നിങ്ങളെല്ലാവരും കഥ പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യനും സ്റ്റോറി ടെല്ലർ ആണ്. എന്തുകൊണ്ട്? നിങ്ങൾക്കൊരു സംഭവത്തെയും ഭാവന കലർത്തി അല്ലാതെ മറ്റൊരാളോട് പറയാൻ സാധ്യമല്ല. വഴിയിലൊരു അപകടം ഉണ്ടായാൽ 2 കുട്ടികൾ അത് കണ്ട് വീട്ടിൽ വന്നാൽ 2 സംഭവങ്ങളാണ് പറയുക, 2 കഥകളാണ് പറയുക. അങ്ങനെ മനുഷ്യന് സാധിക്കും. ഒന്നും അതേപടി പുനരാവിഷ്കരിക്കാൻ നമുക്ക് പറ്റില്ല. അത് യന്ത്രത്തിൻ്റെ പ്രവൃത്തിയാണ്, നമ്മുടേതല്ല. നമ്മൾ മാറ്റം വരുത്തി പറയും.
മാറ്റം വരുത്തിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ഭാഷയിൽ മാറ്റം വരുത്തിയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ അല്ലാതെ പറയാൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്റ്റോറി ടെല്ലേഴ്സാണ്. ചിലത് കുറച്ച്, ചിലത് കൂട്ടി, ചിലത് ഭാവാത്മകമായി ഭംഗിയുള്ളതാക്കി നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്റ്റോറി ടെല്ലേഴ്സാണ്. എല്ലാവരും സ്റ്റോറി ടെല്ലേഴ്സ് ആയതുകൊണ്ടാണ് കുഞ്ഞുനാൾ മുതൽ കഥ കേൾക്കണം ഉറങ്ങാൻ എന്ന അവസ്ഥ നമുക്കുണ്ടാകുന്നത്. കഥ കേൾക്കണം, കഥയിലൂടെ വേണം മനസ്സിലാക്കാൻ എന്ന ബോധം നമുക്കുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് കഥയിൽ താല്പര്യമുള്ളത്, കവിതയിലോ. അതുകൊണ്ട് ഒരു സംഗതി പുനരാവിഷ്കരിക്കുമ്പോൾ, അത് ഒരു സംഭവം പുനരാവിഷ്കരിക്കുമ്പോൾ കഥയായിത്തീരുന്നു. എന്താണ് കവിത? കവിത എന്ന് പറയുന്നത് ആ ഭാഷയെ നവീകരിച്ചാൽ, പുതുക്കിയാൽ അത് കവിതയായിത്തീരും. എന്തിനാണ്? പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എന്തിനാ നമ്മൾ കവിത എഴുതുന്നത്? ഓരോ മരവും ഓരോ ചെടിയും പുഷ്പിക്കുകയും ഫലമുണ്ടാവുകയും ചെയ്യും. എന്തിനാ ഉണ്ടാകുന്നത്? ഒരു മരത്തിന്, ഉദാഹരണത്തിന് മാവിന് ഒരു മണവുമില്ല, ഒരു സ്വാദുമില്ല. മാവിലുണ്ടാകുന്ന മാമ്പഴത്തിന് മണമുണ്ട്, സ്വാദുണ്ട്, അഴകുണ്ട്. അങ്ങനെ ഒരു മാവ് അഴകുള്ളതായിത്തീരാൻ, സുഗന്ധമുള്ളതായിത്തീരാൻ, സ്വാദുള്ളതായിത്തീരാൻ സ്വീകരിക്കുന്ന പുനർജന്മത്തിൻ്റെ പേരാണ് മാമ്പഴം എന്ന് പറയുന്നത്. ഒരു പ്ലാവ് സ്വാദുണ്ടായിത്തീരാൻ, സുഗന്ധമുണ്ടായിത്തീരാൻ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ, പോഷകങ്ങളായി മാറാൻ സ്വീകരിക്കുന്ന വടിവിൻ്റെ പേരാണ് ചക്ക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെടിയിൽ പനിനീർപ്പൂ മുള്ളാണ്, ഒരു ഭംഗിയുമില്ല, ഒന്നും പിടിക്കാൻ തോന്നുകയില്ല. പക്ഷെ അത് പുഷ്പിക്കുമ്പോൾ ആ മുള്ളുള്ള ചെടിയുടെ മനോഹരമായ ഒരു രൂപാന്തരം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എന്തൊരു സുഗന്ധമാണ്, എന്തൊരഴകാണ്! അത് ഒരു പനിനീർ ചെടിയുടെ അഴകുള്ള, സുഗന്ധമുള്ള ഒരു രൂപാന്തരം സാധിക്കുന്നു. ഇതുപോലെ നമ്മളെ കാണാൻ, നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ അതിമനോഹരമായിട്ട് പാടുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിവിടെ പാടുമ്പോൾ അതുവരെ പാടി കേട്ടിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് അവരുടെ പാട്ട് കേൾക്കുന്നത്, അവളുടെയോ അവൻ്റെയോ. അപ്പോൾ വിസ്മയിക്കും, ഈ കുട്ടി കാണും പോലെയല്ലല്ലോ, എന്തൊരഴകായി ഈ പാട്ടിന്. അതുകൊണ്ട് ഈ അഴകുള്ള രൂപത്തിലേക്ക് രൂപാന്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ പാടുന്നത്. അതുപോലെയാണ് കവിത എഴുതുന്നത്. ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ആൾക്ക് ഇതിലൊക്കെയുള്ള കഴിവുണ്ടായിരുന്നോ എന്ന് നാം അത്ഭുതപ്പെടുന്നു. അപ്പോൾ ആ അത്ഭുതത്തെ മറികടക്കാനാണ്, പരാജയപ്പെടുത്താനാണ് നാം കവിത എഴുതുന്നത്. ഇനി മുതൽ അയാളല്ല, ഞാൻ കാണുമ്പോൾ ഉള്ള ഞാനായിരിക്കില്ല, സംസാരം കഴിയുമ്പോൾ ഉള്ള ഞാൻ. ഈ ഒരു പരിവർത്തനത്തിനാണ് ഞാൻ ഈ മാധ്യമം തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും കാണുമ്പോലെയല്ല എന്ന് പറയും. അങ്ങനെയുള്ള ഒരു രൂപാന്തരം, ഒരു നവജന്മം നമുക്ക് സാധ്യമായി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു മാധ്യമം തിരഞ്ഞെടുക്കുന്നത്. അതോടുകൂടി മാമൂലായിട്ടുള്ള സൗന്ദര്യം അവഗണിക്കപ്പെടുന്നു. അതോടുകൂടി മെസ്സിക്കൊക്കെ എന്തെങ്കിലും അഴകുണ്ടോ വാസ്തവത്തിൽ? എന്നാൽ ഇത്ര സുന്ദരനായ ഒരാൾ ഇന്ന് ഭൂമിയിലുണ്ടോ? അയാൾ കേരളത്തിൽ വരാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഖേദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. അതെന്താ? അയാൾ ഈ കളിയിലൂടെ നേടിയിരിക്കുന്ന ഈ അഴകാണ് അതിന് കാരണം. അപ്പോൾ എന്താ കവിത എന്ന് പറഞ്ഞാൽ, മനോഹരമായ ഭാഷ ഉപയോഗിക്കുന്നവരെല്ലാം കവിത എഴുതുന്നു എന്ന്. മനോഹരമായി സംഭാഷണം ചെയ്യുന്നവരൊക്കെ കഥാകാരന്മാരാണ് എന്ന്. നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരമായി തുടങ്ങിയിട്ട് കൂട്ടുകാരത്തിരിക്കുകയാണ്, ഭക്ഷണമൊക്കെ മറന്നു പോയിരിക്കുന്നു. അപ്പോൾ അമ്മ വന്ന് ചോദിക്കും, നിങ്ങൾ കഥ തീർന്നില്ലേ ഇനിയും എന്ന് ചോദിക്കും. എന്താ അർത്ഥം? ഈ സംഭാഷണം തന്നെയാണ് കഥ എന്നതാണ് കാരണം.
നടന്ന സംഭവം പുനരാവിഷ്കരിക്കുകയാണ് സംഭാഷണം ചെയ്യുന്നത്. അപ്പോഴാണ് കാണാത്തവർ കൂടി കാണുമ്പോൾ പറയുകയാണ് കഥകൾ. അപ്പോഴാണ് കഥ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കഥകൾ കൂടാതെ വയ്യ. അതുകൊണ്ട് ഹീബ്രു ഭാഷയിലോ മറ്റോ ടെയിൽ എന്ന് പറയുന്ന വാക്കിന് സ്പീച്ച് എന്നാണ് അർത്ഥം. കേവല സംഭാഷണം തന്നെ കഥകളായിത്തീരും. അത് ഭാഷയിലൂന്നിയാണെങ്കിൽ കവിതയായിത്തീരും, സംഭവത്തിലൂന്നിയാണെങ്കിൽ കഥയായിത്തീരും എന്നർത്ഥം. അങ്ങനെ ഭാഷയിലൂന്നിയാൽ ഇതാ ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കവിത എഴുതുന്നു എന്നതിൻ്റെ ഉത്തരമായിട്ട് അയ്യപ്പ പണിക്കർ പറയുന്നതാണ്, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എന്തു മനോഹരമായ ഒരു ഭാഷയിലാണ് വിശദീകരണം. എത്ര അർത്ഥദ്യോതകമാണ് അത്. നിങ്ങൾ പഠിച്ചൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ ഒരു ഇതുപോലുള്ളതോ ഇതിലും മനോഹരമായി നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉള്ളതാണ് കൂടുതൽ മനോഹരം. അല്ലാതെ നിങ്ങൾ നോക്കിയിരുന്ന് കേൾക്കുന്നത് മനോഹരമല്ല. നിങ്ങൾ മനസ്സാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മനോഹരമായി തീർന്നു. ഒരു കവിത വായിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇടറിപ്പോകുന്നുണ്ടെങ്കിൽ അത് മനോഹരമായി തീർന്നു, അല്ലെങ്കിൽ അത് അല്ല. ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ അത് മനോഹരമായി തീർന്നു. അങ്ങനെ ഇരിക്കെ കോളേജ് ക്യാമ്പസ് ജീവിതമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവത്തെ മനോഹരമായ ഒരു ഭാഷയിൽ കോൺറാഡ് ഐക്യൻ എന്ന് പറയുന്ന കവി പറയുന്നു, ദ മ്യൂസിക് വി ഹാഡ് ടുഗദർ ഈസ് മോർ ദാൻ മ്യൂസിക്. ദ ബ്രെഡ് വി ബ്രോട്ട് ടുഗദർ ഈസ് മോർ ദാൻ ബ്രെഡ്. നമ്മൾ അന്ന് കേട്ട പാട്ടിനേക്കാൾ മധുരമായിരുന്നു. നമ്മൾ അന്ന് പങ്കിട്ട അപ്പത്തേക്കാൾ സ്വാദിഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നെടുവീർപ്പിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ആ ഭാഷയുടെ ശക്തിയാണ്. എല്ലാ പരസ്യവാചകങ്ങളും കവിതയിലാണ് എഴുതപ്പെടുക. An idea can change your life. എന്തൊരു പരസ്യവാചകമാണ്. ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിരിക്കും ആ ഒരൊറ്റ പരസ്യവാചകത്തിന്. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ എഴുതപ്പെടുന്നത്. നിലനിൽക്കുന്ന വാക്കുകൾ, അനശ്വരങ്ങളായ വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് കവിതയിൽ ആണ്. അതുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാനിച്ച് തീരാത്തത്. അതുകൊണ്ടാണ് ബൈബിൾ വ്യാഖ്യാനിച്ച് തീരാത്തത്. അതുകൊണ്ടാണ് ഭഗവത്ഗീത വ്യാഖ്യാനിച്ച് തീരാത്തത്. ഓരോ ആൾ വായിക്കുമ്പോഴും അത് വ്യത്യസ്തമായ തലത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്നു, നിങ്ങളോട് സംവദിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും അതിനു മുമ്പിൽ സ്വതന്ത്രനാണ്. ഓരോരുത്തരുടെയും സ്വത്വം അവിടെ പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള ഈ ഭാഷകളുടെ പേരാണ് കഥയും കവിതയും ഒക്കെ. അതൊക്കെ കൂടി വലുതാക്കി വളർത്തിയവരാണ് നമ്മൾ. നിങ്ങൾ വായിക്കും, തീർച്ചയായിട്ടും അതൊക്കെ തന്നെ മറ്റോരോ രൂപത്തിൽ നിങ്ങളെ കടാക്ഷിച്ചു വരും. ലോകത്തിലെ ഏറ്റവും നല്ല ജോലികളിലൊന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ കോപ്പി റൈറ്ററുടെ പണിയാണ്. ഒരു വാചകം എഴുതി കൊടുത്താൽ മതി, ഒരു മാസം സുഖമായിട്ട് ജീവിക്കാം. ആ വാചകം എഴുതണമെങ്കിലോ നിങ്ങളുടെ നേരത്തെ വിരാട് കോഹ്ലിയെ കുറിച്ച് പറഞ്ഞതുപോലെ ബ്രെയിൻ ആൻഡ് ഹാർട്ട് കോർഡിനേഷൻ നടന്നിരിക്കുന്ന അത്ഭുതകരമായ ഒരു വാക്യം. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വാക്യം കവിതയിൽ എഴുതി. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ മാത്രം, കിട്ടാനുള്ളത് പുതിയൊരു ലോകം കവിതയിൽ എഴുതപ്പെട്ടു. എല്ലാ നിർവചനങ്ങളും സയൻസിൻ്റേതാകാം, കവിതയിൽ എഴുതപ്പെട്ടതാണ്. ഭാഷ മനോഹരമായി രൂപപ്പെടുന്നതിൻ്റെ ഒരു മാധ്യമം ആയിരിക്കുന്നു കവിത. സംഭവങ്ങൾ മനോഹരമായി പുനഃപ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പേരാണ് കഥ. ആ കഥയും ആ കവിതയും ആഘോഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ കാത്തിരിക്കുന്നു. എൻ്റെ പ്രഭാഷണം ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, അഭിനന്ദനങ്ങൾ, ആശംസ. From
ജീവിതത്തെ തന്റെ നോവലുകളും ചെറുകഥകളും കൊണ്ട് സമ്പന്നമാക്കിയ അനുഗ്രഹീത എഴുത്തുകാരൻ ശ്രീ കൽപ്പനാരായണൻ സാറിന് എംഎസിന്റെ കൃതജ്ഞതയിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. The formal evaluation of Lit Auras 2026 will now be carried out by Dr. Rahim Fazal, Standing Committee Chairman of MES College of Arts and Sciences. Sir, we request you to inaugurate the festival. Respected Principal Shafiq, Chairman of the College Abdullah Kuti, Secretary Professor B. Kuttu sir, Chief Guest of our day Kalpana, Joint Secretary OK Ashraf, Treasurer of the College A.T.M. Ashraf, other dignitaries on and off the dais, my dear teachers, students, a warm good morning to all of you. ആദ്യമായിട്ട് ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുവാണ്. പരിപാടിയുടെ ആ ഓർഡർ ഒന്ന് തെറ്റിച്ചതിൽ, സാറ് പറഞ്ഞ അതിൻ്റെ ഭംഗിയൊന്ന് തെറ്റിച്ചതിൽ ഞാൻ ആദ്യം ഒന്ന് ക്ഷമ ചോദിക്കുവാണ്. അതൊരു സ്വാർത്ഥ താല്പര്യത്തോടെ തന്നെയാണ് ഞാനത് ചെയ്തത്. കാര്യം എന്താ, ഞാനൊരു ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരെ പേഷ്യൻറ്റിനെ കണ്ട് രാവിലെ 8 മണിക്ക് 2 രോഗികളെ കണ്ട് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ സംസാരിക്കാനുള്ളൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തണമല്ലോ. ലിറ്റററി ഫെസ്റ്റ്. അപ്പോൾ നമ്മൾ നേരെ രോഗീനെ കണ്ട് 1 അവറിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഒരു പ്രസംഗം സംസാരിക്കാനോ ഉള്ളൊരു മൈൻഡ് ആവണമെന്നില്ല. നമ്മൾ സാർ നേരത്തെ പറഞ്ഞല്ലോ, സാറിൻ്റെ എത്ര പേര് അവിടെ നിന്ന് പ്രസംഗം കേട്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, ഹാർട്ട് ഇതൊരു ട്രാക്കിലേക്ക് എത്തണമെങ്കിൽ ആരെങ്കിലും ആദ്യം നമ്മൾ സംസാരിക്കുന്ന അത് കേൾക്കണം. അത് എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ ചെയ്തതാണ്. എൻ്റെ ഒരു മെൻ്റൽ മൈൻഡ് ഒരു പീസിലേക്ക് എത്തിക്കണമെന്ന് പറയുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. എന്തായാലും സാറ് ഒത്തിരി കാര്യങ്ങളിവിടെ ഇന്ന് പറഞ്ഞു. വളരെ രസകരമായിട്ടാണ് സാർ ഇന്ന് സംസാരിച്ചത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. സാറ് പ്രയാണത്തിനെ പറ്റി സംസാരിച്ചു, ബുദ്ധിമുട്ടിനെ പറ്റി സംസാരിച്ചു, ശ്രീനിവാസനെ പറ്റി സംസാരിച്ചു, ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ചു, പാകിസ്ഥാനെ പറ്റി സംസാരിച്ചു, ഇന്ത്യനെ പറ്റി സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞ 20 മിനിറ്റ് ഏകദേശം നമുക്ക് ഒരു വേൾഡ് ടൂർ തന്നെ നമ്മളെ സാറിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോയി. അങ്ങനെ ഒരു എൻജോയ് ചെയ്ത് കേട്ട ഒരു പ്രസംഗമാണ്. ഇതിലേക്ക് ഞാനിങ്ങനെ എന്നെ ഷെഫീക്ക് ക്ഷണിച്ചപ്പോൾ ഷെഫീക്കിനോട് ഞാൻ പറഞ്ഞു, ഷെഫീക്കിനോട് ഷെഫീഖിനെ ക്ഷണിച്ച ഒരാഴ്ച പോലെ. അപ്പോൾ ഷെഫീക്കിനോട് ഞാൻ ചോദിച്ചു, ഷെഫീഖെ ഞാൻ എന്ത് സംസാരിക്കണം, ഇവിടെ ലിറ്റററി ഫെസ്റ്റിലേക്ക് വരുമ്പോൾ ഞാൻ എന്ത് സംസാരിക്കണം? ഞാൻ കഴിഞ്ഞ 20 ഇയേഴ്സായിട്ട് 10 ഇയേഴ്സ് മുന്നേ എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ ഒരു 10 ഇയേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ എൻ്റെ ഇടയ്ക്ക് കോവിഡിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ തന്നെ 3ാമത്തെ കോവിഡ് രോഗിനെ കണ്ടൊരു വ്യക്തിയാണ്. ഇന്ത്യയിൽ അന്ന് ഞാൻ ബാംഗ്ലൂറാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ആദ്യമായിട്ട് കോവിഡ് രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ, അമേരിക്കയിൽ നിന്നും UK എന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ട് രോഗീനെ കാണാൻ പോകുമ്പോൾ PPE വേഷമൊക്കെ ഇട്ട് പോകണമല്ലോ. അപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു 3XL സൈസ് പ്രത്യേകം അവർ ഓർഡർ ചെയ്ത് PPE ഇതൊക്കെ ഇട്ട് പോയി. ആദ്യത്തെ 3-4 ഡ്യൂട്ടികൾ വേറെ ആൾക്കാണ് എടുത്തിരിക്കുന്നത്, എൻ്റെ സീനിയേഴ്സാണ് എടുത്തത്. ഞാനന്ന് എൻ്റെ മോൻ, അവന് ഏകദേശം അന്ന് 4 വയസ്സേ ഉള്ളൂ, 6 കൊല്ലം മുന്നേ ആണുള്ളത്. അപ്പം ഞാനവനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു. കാരണം നമുക്ക് ഉറപ്പില്ല നമ്മൾ തിരിച്ചു വരുമോ. അത് റിപ്പോർട്ടിലൊക്കെ എഴുതി വന്ന് ഇങ്ങനെയാണ്, അമിതമായിട്ടുള്ള തടിയുള്ളവർക്ക് റിസ്ക് കൂടുതലാണ്. ഇതും കൂടെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, പടച്ചനെ രോഗിനെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരാൻ ചാൻസ് ഇല്ലല്ലോ. പക്ഷേ അന്ന് നമ്മളെ രോഗിയെ ചികിത്സിച്ച് കിട്ടുന്ന നമ്മുടെ സന്തോഷമുണ്ടല്ലോ, സാർ പറഞ്ഞ ഹാർട്ടിൻ്റെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു, നമ്മുടെ ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് അന്ന് ആ രോഗിനെ കണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ. അന്ന് ലോകം മൊത്തം ബാംഗ്ലൂർ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഭംഗിയുള്ളൊരു സിറ്റി ഇല്ല. കാരണം ഒറ്റ വണ്ടി അവിടെ ഓടത്തില്ല, ഡോക്ടറിൻ്റെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കാറ് പോവുക. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ ലോകം അന്ന് ഒരു ഷട്ട് ഡൗൺ ആയ ഒരു ലോകത്ത് പിന്നെ അങ്ങ് ആഘോഷങ്ങളുടെ മേളമായിരുന്നു. ഒരിക്കലും കാണാത്ത ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്, ഓണം ആഘോഷിച്ചിട്ടുണ്ട്, പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്. ജനത്തിരക്കാണ് എല്ലായിടത്തും. കാര്യം എന്താ, നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാലഘട്ടത്തുള്ളൂ.
ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ഹമാരെ പാസ് വക്ത് കം ഹേ എന്ന് പറയുന്നത്. ജിന്ദഗി ബഹുത് ലംബി ഹേ പർ ഹമാരെ പാസ് വക്ത് കം ഹേ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ സമയം കുറവാന്ന് പറയും. സമയം കുറവാണ്. കാരണം ആദ്യത്തെ ഒരു 20 കൊല്ലം നമ്മളവിടെ വീട്ടുകാർ പറയുന്ന കേട്ട് ജീവിക്കണം. അവർ പറയുന്ന കോളേജിൽ പോകണം, അവർ പറയുന്ന ഭക്ഷണം കഴിക്കണം, അവർ പറയുന്ന സ്കൂളിൽ പോകണം. പിന്നെ അടുത്തൊരു 20 കൊല്ലം ഉള്ളൂ എന്ന് പറഞ്ഞാൽ 20 to 40 വരെ. പിന്നെ നമ്മുടെ മക്കൾ പറയുന്ന കേൾക്കണം, കാരണം അവരെ സ്കൂളിൽ കൊണ്ടേ ചേർക്കണം. നമ്മുടെ മക്കളോട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ആവുമെന്ന് പറയുമല്ലോ. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4 ലാപ്പിൽ കൂടെ ഓടുന്ന ജീവിതമാണ്. ഡോക്ടറിന് ഞാൻ എപ്പോഴും പറയും, ജീവിതം 4 or 5 ലാപ്പ്. ആൾക്കാരുടെ പടച്ചോൻ എത്ര ആയുസ് കൊടുക്കുന്നുണ്ട്, ദൈവം എത്ര ആയുസ് കൊടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും 4 ലാപ്പ് ഓടത്തുള്ളൂ. ആദ്യത്തെ 20 കൊല്ലം വീട്ടുകാരുടെ ഇത് കേട്ടോണ്ട്, പിന്നെ ഒരു 20 കൊല്ലം അതിൽ പാതി വീട്ടുകാരെ കേട്ടോണ്ട്, ഭാര്യ മക്കളുടെയൊക്കെ കേട്ടോണ്ട്, അപ്പുറത്തേക്ക് നമ്മുടെ മുട്ടിനും കാലിനും കൈനൊക്കെ വേദനയൊക്കെ തുടങ്ങും. ലാസ്റ്റ് 20 years ഡോക്ടർമാർ പറഞ്ഞ കേട്ട് ജീവിക്കണം. അവരുടെ ബ്ലഡ് ടെസ്റ്റും റിസൾട്ടും എല്ലാം കേട്ട് ജീവിക്കണം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സുവർണ്ണ കാലമാണ്, നിങ്ങൾ ജീവിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയം നിങ്ങളുടെ കഷ്ടകാലഘട്ടത്തിൽ ഫോണെന്ന് പറഞ്ഞൊരു ഡിസ്ട്രാക്ഷനിൽ നിങ്ങൾ ജീവിക്കുവാണ്. ഞങ്ങൾക്കൊന്നും അത് കുറച്ചു കാലം കിട്ടിയുള്ള ഡിസ്ട്രാക്ഷൻ. ഇപ്പം ഞങ്ങളെല്ലാവരും ഡിസ്ട്രാക്റ്റഡാണ്. ഞാൻ നേരത്തെ സാറിന് ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞൊരു ഇതാണ്, പുതിയൊരു പഠനം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്ന 60 വയസ്സ് മേലുള്ള വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ വാട്സാപ്പ് നമ്മൾ അയച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അവരായിരിക്കും. രാവിലെ ഗുഡ് മോർണിംഗ്, ആ ഫോർവേഡ് കണ്ടോ, ഈ ഫോർവേഡ് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്ന ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടി കുറയും, മറ്റേത് രാവിലെ എഴുന്നേറ്റ് സൂര്യൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കൂടും, അത് കൂടും എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പിൻ്റെ ബഹളമാണ്. ഇവിടെ അഷ്റഫൊക്കെ ഇരിക്കുന്നുണ്ട്, ഇടക്കിടക്ക് എനിക്ക് ഒരേ വാട്സാപ്പ് അയച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു പറഞ്ഞല്ലോ. പക്ഷെ അത് പരിപാടിക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ വാട്സാപ്പ് ഒന്നുമല്ല അഷ്റഫ് അയക്കുന്നത്. അങ്ങനെ ജലീൽ നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട്. ജലീൽ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി കഴിയുമ്പോൾ ജലീൽ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ വാട്സാപ്പിലെടുത്ത് അയച്ചിരിക്കും. അല്ലെങ്കിൽ ജലീലല്ല, അത് അയച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. ഇന്നിപ്പോൾ ഈ പരിപാടി ഞാൻ വന്നെന്ന് സംഘാടകരും MES അറിയണമെങ്കിൽ ജലീൽ ഇവിടെ പരിപാടിക്ക് വന്നിരിക്കണം. ഞാൻ ആദ്യം അന്വേഷിച്ച് ജലീലോട് വന്നോ ഇല്ലയോ എന്നാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ ഭംഗിയായിട്ടുള്ള ലിറ്റോറ എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്ന ഈ കാലഘട്ടത്ത് വായന, സിനിമ, പാട്ട് ഇതൊക്കെ വളരെ എസെൻഷ്യലാണ്. അത് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ അത് ആസ്വദിച്ചുകൊണ്ട് വേണം കേൾക്കാൻ. ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ സിനിമ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോണും നോക്കും. സിനിമ കാണുമ്പോൾ അത്രയും നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ളൊരു സിനിമ ആയിരിക്കണം, അത്രയും നമ്മുടെ അറ്റൻഷൻ പിടിച്ചു വെക്കാൻ പറ്റുന്നൊരു സിനിമ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോൺ എടുക്കുക എന്ന് പറയുമല്ലോ. ഇപ്പോൾ എല്ലാ ഫോണിലും ഇപ്പോൾ പുതിയൊരു സാധനമുണ്ട്, എത്ര പ്രാവശ്യം ഫോൺ എടുക്കും. നമ്മളൊരു ഫോൺ എടുക്കുവാണെങ്കിൽ എത്ര പ്രാവശ്യം എടുക്കും. ഞാൻ പോലും അതിപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ പരിപാടിയിലൊക്കെ അപ്പോൾ ആദ്യം നമ്മുടെ തല ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് നമ്മൾ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. എല്ലാവരും ഫോണിൽ നോക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഗസ്റ്റുമാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 50% വരെ തല ഇങ്ങനെ കുനിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്ത് നിങ്ങൾ തിരിച്ച് ഇതിലേക്കൊക്കെ പോകണം. ഇപ്പോൾ സാറ് സംസാരിച്ച പോലെ അത്രയും അങ്ങനെ ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല, വായിക്കും, ഒത്തിരി നേരം ഒന്ന് വായിക്കും. ഇപ്പം തന്നെ എന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ തന്നെ പരിപാടിക്ക് വരാം, ഞാൻ അയച്ചു തരുന്ന ആ ബുക്ക് വാങ്ങിച്ചു തന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പരിപാടിക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ആ ബുക്ക് ഇപ്പം നമ്മൾ പറയില്ല, എനിക്കൊരു ലാഭമാണെന്ന് പറയില്ല. ആ ബുക്ക് അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അതിന് പകരം ഈ കമ്മിറ്റിക്കാരെനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഏത് പരിപാടിക്ക് വിളിച്ചാലും എൻ്റെ ഒരു നിർബന്ധമാണ്, നിങ്ങൾ എനിക്കൊരു ബുക്ക് വാങ്ങിച്ചു തരണം. ആ ബുക്ക് എനിക്കിഷ്ടമുള്ളൊരു ബുക്കായിരിക്കണം. കാരണം നമുക്ക് ഇഷ്ടമുള്ള ബുക്കല്ലേ നമ്മൾ വായിക്കത്തുള്ളൂ. അല്ല നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വായിച്ച ഒരു ജേണി പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും പോലെ തന്നെ കോമിക് ബുക്ക് വായിച്ചാണ് തുടങ്ങുന്നത്. ബാലരമ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കുറേ സൂപ്പർമാനും ബാറ്റ്മാൻ്റെ ഒക്കെ നോവലുകളൊന്നും പറയാൻ പറ്റത്തില്ല, ആരും കോമിക് വായിച്ചാണ് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് മെഡിക്കൽ ബുക്കുകൾ വായിച്ചു തുടങ്ങി. മെഡിക്കൽ ബുക്ക് എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് മെഡിക്കൽ നോവൽ എന്ന് പറയും. മൈക്കിൾ ക്രിട്ടൺ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്, അയാളുടെ ബുക്കാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അന്നത് വായിക്കാനോ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷെ എന്നാലും ഒരു നോവൽ വായിക്കുമല്ലോ. ഈ നോവലിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഫിക്ഷൻ നോവൽ ഇൻസ്റ്റാഗ്രാം റീല് കാണുന്ന പോലെയാണ്.
സത്യത്തിൽ അത് നമ്മൾ അധികം നോളജ് ഒന്നും ഗെയിൻ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത കഥയിൽ അവസാനം എന്താ, ആരാണ് കൊന്നതെന്നുള്ളൊരു ആകാംക്ഷയാണ് നമ്മളത് പെട്ടെന്ന് വായിച്ചു തീർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വലിയ രസകരമായിട്ടുള്ള ചരിത്രമുണ്ട്. ആരൊക്കെ ഹാരി പോട്ടർ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും വായിച്ചിട്ടുണ്ടോ ഹാരി പോട്ടർ? ഇല്ല, ഹാരി പോട്ടർ പോലും സാറേ അത് വായിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഹാരി പോട്ടറായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആത്മബന്ധമാണ്. ഇപ്പം സാർ പ്രണയത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പം ഹാരി പോട്ടർ ബുക്ക് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകൊച്ചി ഞാൻ നോക്കുമ്പോൾ ഈ ഹാരി പോട്ടർ ബുക്ക് ഇരുന്ന് വായിക്കുന്നു. അപ്പം ഈ കൊച്ചിനോട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ധൈര്യം വേണ്ടേ? ആ എഴുതിയ പ്രണയക്കഥ ഒന്ന് എഴുതാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം ഞാൻ പോയിട്ട് ഈ ഹാരി പോട്ടർ ബുക്ക് നന്നായിട്ട് വായിക്കും. ഞാൻ ഹാരി പോട്ടർ ബുക്ക് ആദ്യം എനിക്ക് തോന്നുന്ന ബുക്കിൻ്റെ പേര് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നാണ് തോന്നുന്നു, ഹാരി പോട്ടർ ആദ്യത്തെ നോവലിൻ്റെ പേര്. ഈ കൊച്ചി നോവൽ വായിക്കുന്ന കണ്ടായിരുന്നു. ഞാൻ പോയിട്ട് അന്ന് 5 നോവൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ 5 നോവലും 2 ആഴ്ചയിൽ ഇരുന്ന് വായിച്ചു തീർത്തു. പിന്നെ ഇതിനെ പറ്റിയിട്ടൊരു ചർച്ചയാവുമല്ലോ പോയിരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമോ. അങ്ങനെ ഞാൻ പോയി ഇതിനോട് ഈ ബുക്കിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തു. 2ാമത്തെ ബുക്കിനെ പറ്റിയിട്ട് എന്തോ സംസാരമൊക്കെ പറഞ്ഞു. ബാക്കി ബുക്കൊക്കെ ഇനി 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷമോ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നല്ല പഠിക്കുന്ന ഒരു കൊച്ചാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. ഞാൻ അതേ സ്കൂളിൽ തന്നെ പഠിച്ചു. ആ സ്കൂൾ വേറെ നല്ലൊരു സ്കൂളിലേക്ക് കിട്ടിയ കൊച്ചു പോയി. അതുകൊണ്ട് ഹാരി പോട്ടർ ബുക്ക് ഞാൻ വായിച്ചു വെച്ചെന്നല്ലാതെ ആ കൊച്ചായിട്ട് പിന്നെ സംസാരിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഹാരി പോട്ടർ ബുക്ക് കാണുമ്പോൾ എനിക്കൊരു വെറുപ്പാണ്. അതുകൊണ്ടിട്ട് ഹാരി പോട്ടറുടെ സിനിമയും കണ്ടിട്ടില്ല, പിന്നെ അങ്ങോട്ടുള്ള ബാക്കി പാർട്സും വായിച്ചിട്ടില്ല. ഇപ്പം ജീവിതത്തിൽ ഞാൻ അതൊക്കെ ഒരു ഫിക്ഷൻ നോവലാണ്. ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിൽ തോന്നുമായിരുന്നു ബുക്ക് വായിച്ചിട്ട് എങ്ങനെ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ലല്ലോ, ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരും, നമ്മൾ സ്വയമായിട്ട് മാറേണ്ടതല്ലേ. പക്ഷേ ഒരു സമയത്തിയപ്പോൾ ലൈഫ് ചേഞ്ചിങ് ബുക്കുകൾ വായിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ യൂസ് വരുന്ന ബുക്കുകൾ എന്ന് പറയുന്നത്. അത് ഞാൻ 2-3 ബുക്കുകൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു ബുക്കാണ് മോർഗൻ ഹസ്ലി എഴുതിയിരിക്കുന്ന സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളാക്കി നിങ്ങൾക്ക് വരുത്താൻ പറ്റുവാണെങ്കിൽ വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം മാറും. അതൊരു ബുക്കാണ്. പിന്നെ ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ജൊണാത്തൻ ഹദീത്ത് എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് നോവലിസ്റ്റാണ്. അയാൾ എഴുതിയൊരു ബുക്കാണ് ആൻഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ ജനറേഷൻ എന്തുകൊണ്ടാണ് ഇത്ര ടെൻഷൻ അവർക്കുള്ള എന്നുള്ളൊരു ബുക്കാണ്. അതിൻ്റെ ബുക്കിൻ്റെ ഇതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ഡെഫിനറ്റ്ലി വായിക്കണം. പിന്നെ എല്ലാവരും വായിക്കുന്ന പോലെ തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. ഇത്രയും 3 ബുക്കുകളാണ് ജീവിതത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ 3 ബുക്കുകൾ. പിന്നെ ഇവിടെ MES-കാർക്കൊക്കെ അറിയാം, ഞാനൊരു സിനിമാ പ്രേമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം സിനിമാ പ്രേമിയാണ്. ഏത് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പോയി കാണും. 10 മണി സമയമാണ് എൻ്റെ സാധാരണ സിനിമ പോയി കാണുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ സിനിമ പോയി കാണും. ചില പരിപാടികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ സിനിമ അതിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടെങ്കിൽ പോയി കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം 9-ാം തീയതി വിജയിൻ്റെ പടം മാറ്റി വെച്ചതാണ്. വിജയിൻ്റെ ജനനായകൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അത് മാറി വെച്ച വലിയ വിഷമമുണ്ട് എനിക്ക്. വിജയിൻ്റെ അവസാനത്തെ പടമാണ്, അത് കാണാൻ പറ്റിയില്ലല്ലോ. ഇനി എപ്പോഴാണ് ഇറങ്ങുന്നത് വളരെ ആകാംക്ഷയോടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം സിനിമ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ്. എൻ്റെ ലാംഗ്വേജ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഈ ലാംഗ്വേജ് എല്ലാം ഞാൻ പഠിച്ചിരിക്കുന്ന സിനിമയിൽ കൂടെയാണ്. സാറിനോട് സത്യം പറഞ്ഞാൽ അങ്ങനെ കവിത വായിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല, ആരെയും കവിതകളൊന്നും അധികം വായിച്ചിട്ടില്ല. പിന്നെ അടുത്ത പാട്ടാണ്. MES കോഴിക്കോട് ജില്ലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. പാട്ട് പരിപാടി വെക്കുവാണെങ്കിൽ മുഹമ്മദ് റാഫിയുടെയും കിഷോർ കുമാറിൻ്റെ പാട്ട് പരിപാടി മാത്രമേ അവർ വെക്കത്തുള്ളൂ. അവർ കഴിഞ്ഞിട്ട് എത്രയോ നല്ല നല്ല പാട്ടുകാർ വന്നു, AR റഹ്മാൻ വന്നു, എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ എത്ര വലിയ വലിയ പാട്ടുകാർ വന്നു. പക്ഷേ ഇവർ റാഫിയുടെയും കിഷോറിൻ്റെ അല്ലാതെ ഒരു പരിപാടിയും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് നിങ്ങളൊരു പരിപാടി നടത്തണം, നല്ല കുറച്ച് പാട്ടുകൾ വെച്ചുള്ള പരിപാടി നടത്തണം. റാഫിയും കിഷോറിനെ കൊച്ചാക്കി പറയുന്നതൊന്നുമല്ല, അവർ വലിയ ഭയങ്കര കലയുള്ളവരാണ്. പക്ഷെ നമ്മൾ പറയുമല്ലോ, ബ്രെയിനിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ബ്രെയിനിന് 30 വയസ്സിന് ശേഷം നമ്മൾ കേൾക്കുന്ന പാട്ടിനോടൊന്നും നമ്മൾ അത്രയും ഇത് തോന്നത്തില്ല. ബ്രെയിൻ ഇസ് ട്രെയിൻഡ് ലൈക്ക് ദാറ്റ്. 30-40 ഉള്ളിൽ കഴിഞ്ഞാൽ പുതിയ പാട്ടൊന്നും നമുക്ക് അത്ര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയൊരു പാട്ട് കേൾക്കുമ്പോൾ അത്രയും ഒരു അട്രാക്ഷൻ ഒന്നും ആ പാട്ടിനോട് തോന്നത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ ഒരു സിഗ്നൽ അങ്ങനെയാണ്. ബ്രെയിനിൻ്റെ ഓഡിറ്ററി കോട്ടക്സ് എന്ന് പറയുന്ന ഒരു കോട്ടക്സ് ഉണ്ട്. ആ കോട്ടക്സ് ഒരു 30-40 കഴിഞ്ഞാൽ അതിനത് എപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു കഴിവില്ല എന്ന് പറയുന്നു. അപ്പോൾ പാട്ട്, സംഗീതം, സിനിമ, വായന, ഇത് 3 ഉണ്ടെങ്കിൽ നമ്മളൊരു
പഴയ ആഡുണ്ട് റേമൻസിൻ്റെ, ദ കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്ന റേമൻസിൻ്റെ ആഡുണ്ട്. സത്യത്തിൽ ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ് ആവണമെങ്കിൽ ഈ 3 കാര്യം വേണം. ഈ 3 കാര്യം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കോൺസെൻട്രേഷൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ്. വേറെ ഒന്നുമില്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഡെവലപ്പ്. ശശി തരൂർ പ്രസംഗിച്ച് അങ്ങനെയാണല്ലോ. ശശി തരൂർ നോളജ്, ശശി തരൂറിൻ്റെ വൊക്കാബുലറി കംപ്ലീറ്റ്ലി ത്രൂ റീഡിങ് ബുക്സാണ്. ശശി തരൂർ ഉപയോഗിക്കുന്ന ഒരേ കട്ടിക്കട്ടി വാക്കുകളൊക്കെ റീഡിങ് ബുക്സാണ്. അത് ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്നുള്ള സാഹചര്യവും ശശി തരൂർ ബുക്കുകൾ വായിച്ചിട്ട് തന്നെയാണ്. 10 പ്രാവശ്യം നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവും. നോൺ ചലന്റ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നോൺ ചലന്റ് ഉപയോഗിച്ചത് എന്താ വാക്കെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ അത് വേറൊരു സാഹചര്യത്തിൽ അതൊരു 5 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വാക്ക് എന്തിനാണ്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ ഒപ്പം തന്നെ വേറെ 2 ബുക്കുകൾ എന്നെ വളരെയായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു ബുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ ഷൂ കമ്പനി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷൂ കമ്പനി നൈക്കി. അവിടെ ആരോ പറഞ്ഞു നൈക്കി എന്ന്. ഇപ്പം നൈക്കീൻ്റെ ഒരു കഥയുണ്ട്. നൈക്കിയുടെ കഥ നിങ്ങൾ വായിക്കേണ്ട കഥ തന്നെയാണ്. ഇന്ന് ഞാൻ കാലിലിട്ടിരിക്കുന്ന ഒരു ഷൂ ഉണ്ട്. ആ ഷൂവിൻ്റെ വില പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. വേണമെങ്കിൽ പൊക്കി കാണിച്ചു തരാം. ഷൂ എനിക്ക് മടിയായിട്ടൊന്നുമല്ല. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഊരി കാണിച്ചു തരാം. ഈ ഷൂ കാണുന്നതിൽ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. ഈ ഷൂ ആണ് നൈക്കി എന്ന് പറഞ്ഞ കമ്പനി ആദ്യമായിട്ടുണ്ടാക്കുന്ന ഷൂ. ജപ്പാനിൽ ഫിൽ നൈറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നൈക്കി ഷൂ കമ്പനി കണ്ടുപിടിക്കുന്നത്. ഈ ഫിൽ നൈറ്റ് എന്ന് പറഞ്ഞ വ്യക്തി 1965 ജപ്പാനിൽ പോയിട്ട് ടൈഗർ ഒണിറ്റ്സൂക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഷൂ കമ്പനി തുടങ്ങുന്നത്. അന്ന് ആ കമ്പനിയുടെ പേര് ബ്ലൂ റിബൺ എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, അമേരിക്കയിൽ ഒർലാൻഡോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 1965 നിൽക്കുന്ന ഫിൽ നൈറ്റ് പോയിട്ട് ജപ്പാനിൽ പോയിട്ട് അവരായിട്ടൊരു ഷൂ കമ്പനി തുടങ്ങുവാണ്. ബ്ലൂ റിബൺ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങുവാണ്. അന്ന് മൊബൈൽ ഫോണില്ല, ടെലിഗ്രാമിൽ കൂടെയാണ് ഇത് മൊത്തം അയക്കുന്നത്. ഒരു ഷൂ ഇങ്ങോട്ട് വരും, ആ ഷൂ മൂപ്പര് ബ്ലൂ റിബൺ എന്ന് പറഞ്ഞൊരു ഷൂ, കോർട്ടെക്സ് എന്നാണ് ഷൂവിൻ്റെ പേര് തന്നെ. അത് ഏകദേശം ഒരു 6-7 കൊല്ലം മുന്നേ വായിച്ചൊരു ബുക്കാണ്. പക്ഷേ അതിൻ്റെ കഥ അത്ര ഭംഗിയാണ്. അങ്ങനെ അവരായിട്ട് തെറ്റുവാണ് മൂപ്പര്. തെറ്റിയിട്ടാണ് പുള്ളി ഈ ടൈഗർ ഒണിറ്റ്സൂക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് നൈക്കി എന്ന് പറഞ്ഞ ഇന്ന് ലോകമെമ്പാടും അറിയുന്ന ഒരു ഷൂ കമ്പനി. ആർക്കും ടൈഗർ ഒണിറ്റ്സൂക്കനെ പറ്റി അറിഞ്ഞൂട. ടൈഗർ ഒണിറ്റ്സൂക്കയുടെ വേറെ ഇപ്പോൾ പുതിയൊരു കമ്പനിയാണ് അസിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. ഒരു ഷൂവിൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അഡിഡാസും പ്യൂമ എന്ന് പറയുന്ന 2 കമ്പനി എല്ലാവർക്കും അറിയാം. 2 സഹോദരന്മാരാണ്. എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുള്ളൂ. 2 സഹോദരന്മാരുടെ കഥയാണ്. അവർ 2 പേരും തുടങ്ങി സെപ്പറേറ്റ്ലി വേറെ ഷൂ കമ്പനി തുടങ്ങുന്നതാണ്. ഇവരൊരു ഷൂവിൻ്റെ പിന്നിൽ പോലും കുറേ കഥകളുണ്ടെന്ന് പറയുന്നത്. നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളൊരേ കഥകൾ തേടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷങ്ങൾ വേറെയാണ്. കാരണം എന്താ, നമ്മളൊരാളോടൊരു കഥയാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ വായിച്ച ഒരു കഥയാണ് പറയുന്നത്. ഞാനത് എങ്ങനെയാണ് വായിച്ച് എൻ്റെ മനസ്സിൽ കണ്ടൊരു കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ ബുക്ക് വായിക്കുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും നിങ്ങൾ ആ ബുക്ക് കാണുന്നത്. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ആ സിനിമ എൻജോയ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. ഇപ്പോൾ ബാഹുബലി നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ബോറടിച്ച് കാണും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണും. പക്ഷെ നിങ്ങൾ വേറൊരാളോട് പോയിട്ട് ബാഹുബലിയുടെ കഥ പറയുമ്പോൾ വേറെ രീതിയിലായിരിക്കും കഥ പറയുന്നത് നിങ്ങൾ. അങ്ങനെ ഒരു 100 ആൾ ആ കഥ കേൾക്കുമ്പോൾ ആ കഥ തന്നെ മാറിപ്പോകുമെന്ന് പറയുന്നത്. അതാണ് ഒരു കഥയുടെ ഭംഗി. സാറ് പറഞ്ഞ പോലെ തന്നെ കഥയുടെ ഒരു ഭംഗി അതാണ്. അപ്പം നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളണം. നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ കൊണ്ടു നടക്കണം. സാറ് ശ്രീനിവാസനെ പറ്റി പറഞ്ഞു. ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഞാൻ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരാൾ മരിച്ചിട്ട് ഇത്രയും കൂടുതൽ ആളുകൾ ചിരിച്ച ഒരു രംഗം ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ഒരു നടൻ മരിച്ചിട്ടും അങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതൊന്നും മൂപ്പരുടെ മറ്റേ ഫ്യൂണറലിൻ്റെ വീഡിയോ ഒന്നും അല്ല, പഴയ സിനിമകളുടെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മളോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോളണ്ട് ആദ്യമായിട്ട് നിങ്ങൾ എവിടെയാണ് കേട്ടത്? പോളണ്ട് എവിടെയാണ് കേട്ടത്? പോളണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ബുക്കിലൊന്നുമല്ല. അമ്മയെ പോളണ്ടിനെ പറ്റി ഇവൻ മിണ്ടുക എന്ന് പറയില്ല, അച്ഛ എന്ന് പറയുന്ന സീനാണ്. ഞാനും എൻ്റെ കൂട്ടുകാരും പണ്ടൊരു യാത്രയ്ക്ക് പോളണ്ട് പോയപ്പോൾ ഞങ്ങൾ അതേ രംഗം അവിടെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പോളണ്ട് എത്തിക്കാൻ ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് അതാണ്. ആ സീനൊന്ന് അഭിനയിക്കണം. പോളണ്ട് കാണിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഹീറോ ആണ് ശ്രീനിവാസൻ. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, കലയെ കൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും മോഹൻലാൽ ഉപയോഗിച്ച ഡയലോഗൊന്നും നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റൂല. നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്നൊന്നും എല്ലായിടത്തും പോയി പറയാൻ പറ്റത്തൊന്നുമില്ല. അവർക്കൊരു ഹീറോ വേർഷിപ്പാണ് കാണിച്ചത്. പക്ഷേ ജനത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി
സിനിമ എഴുതിയതും സിനിമയിൽ അഭിനയിച്ചൊക്കെ ഒരു വ്യക്തി ശ്രീനിവാസനാണ്. ഒരു ഹീറോൻ്റെ ഒപ്പം തന്നെ നിന്ന് കലയെ പൊക്കിക്കൊണ്ടുവന്ന വ്യക്തി ശ്രീനിവാസൻ. ചിന്താവിഷ്ട ശ്യാമള ആയിക്കോട്ടെ, ഏത് പടം വെച്ചായിക്കോട്ടെ, ഇന്നും ഈ കാലഘട്ടത്തും ഏത് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന പടമാണ്. ഇന്നും ആരെ വെച്ചാൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞോ അത് നമ്മുടെ മനസ്സിൽ ചെറിയ ഒരു 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 സ്ഥാനമുള്ള സിനിമകളാണ്. ഞാനൊക്കെ എപ്പോഴും ഒരിക്കലും മറക്കത്തില്ല മറ്റേ സീന്, കല്യാണത്തിൻ്റെ ഒരു സീനുണ്ടല്ലോ, കല്യാണം കാണാൻ പോകുന്ന സീനുണ്ടല്ലോ, പടം ഞാൻ മറന്നുപോയി, സന്ദേശത്തിൽ തന്നെയാണ് തോന്നുന്നു. അതിനകത്ത് പറയുന്ന ഒരു പൊന്നാട അങ്ങോട്ടിടും, അല്ല സോറി, ഒരു രക്തഹാരം അങ്ങോട്ടിടും, ഒരു രക്തഹാരം, ഇപ്പോൾ അവിടെ നേരം പറയുന്നത് രക്തഹാരം, അതാണ് നമ്മുടെ മനസ്സിൽ വന്നത്. അതാണ് കലയുടെ ഒരു പവർ എന്ന് പറയുന്നത്. കല ഒരിക്കലും മറക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബുക്സ് വിൽ ഓൾവേസ് റിമെയിൻ എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. സോ the takeaway message is always keep reading, always go in search of knowledge, because that is the last thing you will take with you. Everything else will disappear from your hands, everything else will, all your wealth will go, everything will go, but you have to keep your memories. Your memories is through books, is through the songs that you listen, is through the movies that you watch. So once again I would like to thank sir for delivering such a wonderful, beautiful speech, and again I say my sorry for asking him to speak before me. So I officially inaugurate this function, and I thank the entire managing committee and this college for inviting me. Thank you all. Jai Hind. Assalamu alaikum. Namaskar. Thank you, sir, for your heartwarming message. As a small token of love, we humbly present a gift to Mr. Kalpata Narayanan sir and Mr. Rahim in appreciation of their valuable presence and contributions. Thank you for being a part of this meaningful gathering. To kindly present the gift to Mr. Kalpata Narayanan, I welcome Mr. Upasa sir on the stage. And to present the gift to Mr. Rahim, I invite Mr. Abdullah Kutti on the stage. We shall proceed to the felicitation ceremony. Now I request Sri P.P. Abdullah Kutti, Chairman of MES College Arts and Science Chattamangala, to felicitate the occasion. ബഹുമാനപ്പെട്ട കൽപ്പറ്റ നാരായണൻ സാർ, ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സെൽഫ് ഫിനാൻസ് കോളേജ് ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ, മറ്റ് വേദിയിലിരിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെ, അധ്യാപകരെ, എല്ലാവർക്കും പ്രത്യേകമായ നമസ്കാരം അറിയിക്കുന്നു. ഇന്നത്തെ ഈ സുദിനം വളരെ മനോഹരമായ ഒരു സുദിനമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശക്തമായ ഭാഷയും ഭംഗിയുള്ള പ്രയോഗത്തിലൂടെയും സദസ്സിനെ ഒരു ചിന്താലോകത്തേക്ക് കൊണ്ടുപോയ കൽപ്പറ്റ നാരായണൻ സാറിൻ്റെ പ്രസംഗത്തിന് ശേഷം വളരെ സരസമായിട്ട് രസകരമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന റഹീം ഫസലിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം സമസ്ത മേഖലകളിലെയും കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്തെങ്കിലും ഇത് കോളേജിൻ്റെ തന്നെ ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ നടക്കുകയാണ്.
പ്രഗത്ഭരും പ്രശസ്തരുമായ പല സാഹിത്യകാരന്മാരും സിനിമാ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരുടെയൊക്കെ ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണം. അതാണ് ഇന്നത്തെയും നാളത്തെയും ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടി ഇവിടെ നടത്തുന്നതിനുള്ള ഉത്സാഹപൂർവമായ ശ്രമം നടത്തിയതിന് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഷഫീഖ് സാറിനെയും ഇതിന് താല്പര്യമെടുത്ത ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ കോളേജിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഈ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇംഗ്ലീഷിൽ ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്ന ഒരു കവിതയിൽ ഉപയോഗിക്കുന്ന ഒരു ടു ദി ഗ്രേഷ്യൻ ഏൺ, ഓഡ് ടു ദി ഗ്രേഷ്യൻ ഏൺ എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വരിയുണ്ട്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ എന്നാണ്. അതായത് സൗന്ദര്യമുള്ളത് എന്നും മനസ്സിന് ആനന്ദകരമാണ് എന്നാണ്. അതുതന്നെയാണ് ഈ തുടക്കത്തിൽ കൽപ്പറ്റ നാരായണൻ സാറും തുടർന്ന് സംസാരിച്ച നമ്മുടെ ഉദ്ഘാടകനൊക്കെ തന്നെ ആ ഒരു രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് പറയുമ്പോൾ തിങ് ഓഫ് ബ്യൂട്ടി അത് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇത്തരം സദസ്സുകൾ നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാഹിത്യത്തിൻ്റെ ഒരു ഉത്സവം ഇവിടെ നടക്കുമ്പോൾ അത് സമകാലീന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ സിനിമാ രംഗത്തായാലും മറ്റു മേഖലകളിലായാലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗരവതരമായ ചർച്ച നടത്തുമ്പോൾ നമുക്ക് കുറേ സാമൂഹ്യ ബോധവും സൗഹൃദവും സ്നേഹവും വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ നേട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യമായ ഘടകമാണ്. സാഹിത്യത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിനെ ആർദ്രതമാക്കാൻ കഴിയുകയുള്ളൂ, സ്നേഹം മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഏറ്റവും ഘടകമായ കവിതകളും കഥകളും അതുപോലെ തന്നെ മറ്റ് കലാസൃഷ്ടികളൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വായിച്ച് അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ പൂക്കൾ വിടരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പം മഹാനായ ഷേക്സ്പിയറുടെ ഒരു നാടകമുണ്ട്, മെർച്ചൻ്റ് ഓഫ് വെനീസ്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അതിൽ സൗഹൃദത്തിൻ്റെ കഥയാണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ്. ഒരു വ്യക്തി, അന്റോണിയോ എന്ന് പറയുന്ന വ്യക്തിയും ബെസാനിയോ എന്ന് പറയുന്ന വ്യക്തികളും തമ്മിലുള്ള സൗഹൃദം. ആ സൗഹൃദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ബെസാനിയോ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വിവാഹം ചെയ്യാൻ പണം ആവശ്യമായി വന്നപ്പോൾ അന്റോണിയോ എന്ന് പറയുന്ന സുഹൃത്ത് തൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണം നേടിക്കൊടുക്കുന്നത്. തൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ഷൈലോക്ക് എന്ന് പറയുന്ന പിശുക്കനായ ഒരു ജൂതൻ്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ട് തൻ്റെ സുഹൃത്തായ ബെസാനിയോവിനെ അദ്ദേഹം സഹായിക്കുകയാണ്. അവിടെ ഷൈലോക്ക് വെച്ചൊരു ഡിമാൻഡ്, ഈ പണം കൃത്യസമയത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്നും മാംസം ഞാൻ മുറിച്ചെടുക്കും, ഒരു പൗണ്ട്, ഒരു കിലോ അല്ലെങ്കിൽ ഒരു പൗണ്ട് മാംസം അത് നെഞ്ചത്ത് നിന്ന് ഞാൻ മുറിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും എനിക്ക് എൻ്റെ സുഹൃത്തിനെ സഹായിക്കുന്നതിൽ, ഇത്തരം കാര്യം ചെയ്യുന്നതിൽ മടിയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശക്തമായ കഥാപാത്രത്തെയാണ് ഷേക്സ്പിയർ വരച്ച് കാണിച്ചത്. അപ്പം നമുക്ക് സൗഹൃദത്തിൻ്റെ അളവ്, സൗഹൃദത്തിൻ്റെ ആഴം, സൗഹൃദത്തിൻ്റെ ശക്തി അവിടെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇന്നത്തെ സമൂഹത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ ആളുകളിൽ അത്തരം ചിന്തകൾ എത്രമാത്രം കടന്നു വരുന്നു എന്ന് നമ്മളൊരു വിചിന്തനം ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സദസ്സുകളിലൂടെ, ഇത്തരം ചർച്ചകളിലൂടെ, ഇത്തരം പരിപാടികളിലൂടെ നാം സമൂഹത്തെ അറിയുകയും സമൂഹത്തെ മനസ്സിലാക്കുകയും വ്യക്തികളെ തിരിച്ചറിയുകയും, വ്യക്തികളെ തിരിച്ചറിയുക എന്നത് ഒരു വലിയ ഘടകമാണ്, ഒരു വലിയ വിഷയമാണ് ഇന്നത്തെ സമൂഹത്തിൽ.
നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വ്യക്തിക്ക് വ്യക്തിയെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയണം. അതിന് ഇത്തരം സദസ്സുകൾ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇത്തരം ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. I invite Shri K.V. Salim, sir, District President, MES Corridor, to facilitate the program. ആശംസാ പ്രസംഗത്തിന് പേര് നൽകിയ പലരും എത്തിയിട്ടില്ല. അവസാനമായിട്ട് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി മിസ്റ്റർ OK അഷ്റഫിനോട് ആശംസകൊണ്ട് അപേക്ഷിക്കും. പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, അതുപോലെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ റഹീം ഫസൽ, അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തിയ കൽപ്പറ്റ നാരായൺ സാറ്, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു. അതുപോലെ ഒരു കവിതയോ ബുക്കോ കഥകളോ ഒന്നും വായിക്കുന്നൊരു വ്യക്തി അല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് അറിവ് കുറവുണ്ട്. അതുകൊണ്ട് വളരെ വിശദീകരിച്ച് ഇവിടെ പലരും സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളും അത്തരം ബുക്കുകളും കവിതകളും കഥകളൊക്കെ വായിച്ച് പഠിച്ചാൽ മാത്രമേ നാളെ മറ്റൊരു വേദിയിൽ ഇതുപോലെ അഭിസംബോധന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ഇന്നും നാളെയുമായിട്ട് നമ്മുടെ കോളേജിൽ നടക്കുന്ന പല ചർച്ചകളും വിവിധ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇതിനെല്ലാത്തിനും എല്ലാവിധ വിജയ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്ത വോട്ട് ഓഫ് താങ്ക്സ് കോളേജിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ട്രഷറർ TM. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്നില്ല, സമയം ഒട്ടുമില്ല. സാഹിത്യാസ്വാദകർക്ക് നിരവധി ധന്യമുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ ഈ പരിപാടിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കടക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ സദസ്സിനെ എല്ലാം കൊണ്ടും അർത്ഥവത്താക്കിയ, ധന്യമാക്കിയ സാന്നിധ്യമായ കൽപ്പറ്റ നാരായൺ സാറിനെ ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഹൃദയാന്തരത്തിൽ നിന്നുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ MESൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും യുവത്വത്തിൻ്റെ പ്രതീകവുമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീം ഫസലിനെയും ഈ സ്ഥാപനത്തിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കൂടാതെ വേദിയിലും സദസ്സിലും സന്നിധരായ